بسم الله الرحمن الرحيم لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل على محمد وعلى آل محمد. നമ്മൾ ഇന്ന് ഒരു വിഷയം ഇവിടുത്തെ ക്ലാസ്സിൽ നമുക്ക് നജിദ് എന്നൊരു പ്രയോഗം വന്നു. ICC-യിൽ ബുലുഗുൽ മറാം വിശദീകരിക്കുമ്പോഴും നജിദ് എന്ന പ്രയോഗം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജിദിന് നേരെ യുദ്ധം നയിച്ചതിനെ കുറിച്ച് ഹദീസിൽ സലാത്തുൽ ഖൗഫിൽ വന്നു. നമ്മൾ ബുലുഗുൽ മറാമിൻ്റെ ക്ലാസ്സിൽ ഇവിടെ നമ്മൾ സൂറത്തുൽ ബലദിൽ എന്താ വഹദൈനാഹു അൻ നജ്ദൈൻ എന്ന പ്രയോഗം വന്നു. അപ്പോൾ നജിദ് എന്നുള്ള ആ സ്ഥലം അതുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ, നജിദുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും. അത് ഇപ്പോൾ നമ്മൾ കേവലം ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു പഠനമല്ല ഉദ്ദേശിക്കുന്നത്. നജിദുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ചില അടിസ്ഥാന വിഷയങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. നജിദുമായി ബന്ധപ്പെട്ട് ചില അടിസ്ഥാന വിഷയങ്ങളുണ്ട്. എങ്ങനെയാണത് നമ്മളുടെ വിശ്വാസ വിഷയത്തിൽ എങ്ങനെയാണത് ഭാഗമാകുന്നത്? ഇസ്ലാമിക ചരിത്രത്തിൽ ഇപ്പം നജിദുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഒരു സംസാരം? ഇപ്പം എത്രയോ സ്ഥലങ്ങൾ ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജിദിനെ പരാമർശിച്ചിട്ടുണ്ട്. നജിദിന് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജിദുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ, അവിടെയാണ് ഫിത്ന തലയെടുക്കുക, അവിടെയാണ് പിശാചിൻ്റെ കൊമ്പ് ഉദിക്കുക, അവിടെയാണ് കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെടുക തുടങ്ങി നജിദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പ്രയോഗിച്ചത് കാരണത്താൽ നജിദിൽ ഭൂജാതനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം കാരണത്താലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നജിദിന് വേണ്ടി ദുആ ചെയ്യാതിരുന്നത് എന്നാണ് തൗഹീദിൻ്റെ ശത്രുക്കൾ ഇന്ന് പറയുന്നത്, പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നജിദിനെ കുറിച്ച് പഠിക്കുന്നത്. എന്താണ് നജിദ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ച നജിദ് ഏതാണ്? നജിദിൽ ഭൂജാതനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം കാരണത്താലാണോ നജിദിന് വേണ്ടി ദുആ ചെയ്യാതിരുന്നത് തുടങ്ങിയുള്ള വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുവാൻ നമ്മൾ ഭൂമിശാസ്ത്രപരമായിട്ട് നജിദ് എന്ത് എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ച നജിദ് ഏത് എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അതിനാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു ഖരീത്ത ഇവിടെ കൊണ്ടുവന്നത്. നമുക്ക് അത് കൂടുതൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കാം. ഇതിപ്പോൾ ഏതിൻ്റെ മാപ്പാ? ഇത് സൗദി അറേബ്യൻ്റെ മാപ്പാണ്. മനസ്സിലായോ? ജസീറത്തുൽ അറബിൽ മുഖ്യ ഭാഗം ഏതാണ്? സൗദി അറേബ്യയാണ്. ജസീറത്തുൽ അറബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറേബ്യൻ ഉപദ്വീപാണ്. ജസീറത്തുൽ അറബ് എന്ന് പറഞ്ഞാൽ അറേബ്യൻ ഉപദ്വീപ്. അറേബ്യൻ ഉപദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇത് മുഴുവനില്ല.
കാരണം അറേബ്യൻ ഉപദ്വീപിൽ ഇവിടെ ഇപ്പോൾ യമൻ്റെ ഭാഗം വന്നിട്ടില്ല, പിന്നെ ഒമാൻ വന്നിട്ടില്ല, പിന്നെ ഖത്തറിൻ്റെ ഭാഗമല്ല അല്ലേ, പിന്നെ ബഹ്റൈനും ഇല്ല. ഇത് സൗദി അറേബ്യയുടെ 23 പ്രവിശ്യകൾ മാത്രമാണ് ഇവിടെ ഇതിലുള്ളത്. സൗദി അറേബ്യൻ്റെ 13 പ്രവിശ്യകൾ മാത്രമാണ് ഇതിലുള്ളത്. നമുക്ക് പിന്നെ ഒരു ഏറെക്കുറെ ഐഡിയ കിട്ടാനാണ് ഇപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ടുള്ളത്. അറേബ്യൻ ഉപദ്വീപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീതി അതേപോലെ തന്നെ നീളം, ഇത് പടിഞ്ഞാറ് ഭാഗം, ഇത് കിഴക്ക് ഭാഗം, ഇത് തെക്ക്, ഇങ്ങോട്ട് വടക്ക്. ശരി, പടിഞ്ഞാറ് ഭാഗമാകുമ്പോൾ ഇതേതാ ഇവിടെ ഈ അതിർത്തി? ബഹ്റുൽ കുൽസും എന്ന് പണ്ട്, ഇപ്പോൾ ബഹ്റുൽ അഹ്മർ എന്ന് പറയുന്ന ചെങ്കടൽ, റെഡ് സീ ഈ ഭാഗത്ത്. തെക്ക് ഭാഗത്ത് ഇവിടെ യമനും ഒമാനും കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ബഹ്റുൽ അറബ്, അറേബ്യൻ സമുദ്രം. പിന്നെ ഈ ഭാഗം ഈ ഭാഗം പിന്നെ അത് ബഹ്റൈൻ ചെറിയൊരു സ്ഥലമല്ലേ, അതേപോലെ തന്നെ ഖത്തറും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? പേർഷ്യൻ ഗൾഫാണ്, അൽ ഖലീജുൽ അറബി, പേർഷ്യൻ ഗൾഫ്. മനസ്സിലെ? ഇത് പിന്നെ ഹുർമുസ് മദിയഖ് എന്ന് പറയും, ഹുർമുസ് കടലെടുക്ക്. ഇവിടെ ബാബ് മന്ദബ് എന്ന് പറയുന്ന കടലെടുക്ക്. ഇവിടെ ഏതാ വരിക? പിന്നെ ഇവിടെ സൈന അല്ലേ, സൈന. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ സുവേസ് കനാൽ, ഈ ഭാഗത്ത് മിസർ അല്ലേ, ഇവിടെ സുഡാൻ, ഇങ്ങനെ സമുദ്രത്തിൻ്റെ പുറം. ഇവിടെ പിന്നെ ഇവിടെ ഏത് നാടാ വരിക? ഇവിടെയൊക്കെ ഇവിടെ ജോർഡാൻ അല്ലേ, സിറിയ, ലബനാൻ, ഫലസ്തീൻ, ഇവിടെ ഇറാഖ് അല്ലേ, ഇങ്ങോട്ട് ഇറാൻ, പിന്നെ ഈ ഭാഗത്ത് കുവൈത്ത്. ജസീറത്തുൽ അറബിൻ്റെ പിന്നെ ഭൂമിശാസ്ത്രപരമായ ഘടനയാണ് യമനും ഒമാനും ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഭാഗം ഇത് അറേബ്യൻ ഉപദ്വീപാണ്. അതിന് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. ഈ ജസീറയ്ക്ക് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ജസീറയിൽ 2 മതങ്ങൾ, മനസ്സിലല്ലേ, മേൽക്കോയ്മ നേടിക്കൊണ്ട് 2 മതങ്ങൾ ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയിട്ടുണ്ട്. ഇത് ഇസ്ലാമിൻ്റെ ജസീറയാണ്. ഇവിടെയാണ് എന്തുള്ളത്? 2 ഹറമുകളുള്ളത്. ഒന്ന് മദീന, പിന്നെ ഇവിടെ മക്ക അല്ലേ, മക്കയും മദീനയും. പിന്നെ ഇവിടെ ഇസ്ലാമിക ചരിത്രങ്ങൾ, വിശേഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക ചരിത്രങ്ങളൊക്കെ കൂടിക്കൊള്ളുന്നത് ഏറെക്കുറെ എവിടെയാണ്? ഈ ജസീറയിലാണ്. ജസീറത്തുൽ അറബിന് പണ്ട് പിന്നെ പ്രധാനപ്പെട്ട 5 കിസ്മുകളാണ്, ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഹിജാസ്, മറ്റൊന്ന് തിഹാമ, പിന്നൊന്ന് യമാമ, പിന്നൊന്ന് നജിദ്. ഹിജാസ് മക്കയും മദീനയും തായിഫൊക്കെ ഉൾപ്പെട്ട ഈ ഭാഗം ഹിജാസ്. തിഹാമ എന്ന് പറയുന്നത് യമനിൽ നിന്ന് തുടങ്ങിയിട്ട് സന്നാവിൻ്റെ ഭാഗം മുതൽ ഇങ്ങോട്ടുള്ള ഈ ചെരിഞ്ഞ ഭാഗങ്ങളാണ്. അതിങ്ങനെ മുകളിലേക്കുണ്ട്, മനസ്സിലായി? നമ്മൾ ഹദീസുകളിൽ കേൾക്കും തിഹാമ പർവ്വത നിരകളെക്കുറിച്ച്. അന്ത്യനാളിൽ ചിലർ തിഹാമ പർവ്വതങ്ങൾക്ക് സമാനമായ അമലുകളായിട്ട് വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കർമ്മങ്ങളെ പിന്നെ പറത്തിക്കളയും, സ്വീകരിക്കൂല എന്ന് പറയുന്ന ഹദീസ് കാണാം. അത് തിഹാമ മലകളെക്കുറിച്ചാണ് പറയുന്നത്, മനസ്സിലായോ? ഇവിടെ പിന്നെ തിഹാമ എന്ന് പറയുന്ന സ്ഥലം ശരിക്ക് ചെങ്കടലിനോടടുത്തുള്ള ഈ താഴ്ന്ന പ്രദേശമാണ്. തിഹാമയെയും ഇവിടെ നജിദിനെയും തിഹാമയെയും വേർതിരിക്കുന്നത് ഹിജാസാണ്. അതുകൊണ്ടാണ് ഹിജാസിന് ഹിജാസ് എന്ന് പേര്. ഹിജാസ് എന്നാണ് എന്താ? മറ എന്നർത്ഥം, മറ, മനസ്സിലായി? നജിദിനെയും തിഹാമയെയും വേർതിരിക്കുന്നത് ഹിജാസ്.
ഇത് നമ്മൾ പിന്നെ ഇപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നായിട്ട് പർവ്വതനിരകളാണ് മനസ്സിലായില്ല. ഈ ഹിജാസിൻ്റെ ഭാഗങ്ങളൊക്കെ നീണ്ട പർവ്വതനിരകളാണ്. ഇന്ന് ഈ മുകൾ ഭാഗത്തുള്ള പർവ്വതനിരകൾക്ക് ജിബാല് മദിയൻ, പിന്നെ അത് മധ്യഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ പർവ്വതനിരകൾ തന്നെ നീണ്ടുകൊണ്ടാണ്. അതിന് ജിബാലുൽ ഹിജാസ്. അത് തിഹാമയിലേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജിബാൽ സറാവാത്ത് എന്നാ പറയാം, മനസ്സിലായി. ഈ പർവ്വത നിരകളുടെ ഒരു ഭാഗം ഇങ്ങോട്ട്, അതാണ് തിഹാമ. അത് ശരിക്ക് നിമ്ന മേഖലയാണ്. അതുകൊണ്ട് ചരിത്രത്തിൽ തിഹാമക്ക് ഗൗർ എന്നും പേരുണ്ട്. നജിദ് ഉയർന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ് അതിന് നജിദ് എന്ന് പേര്. തിഹാമ നിമ്ന മേഖലയാണ്, അതുകൊണ്ടാണ് അതിന് ഗൗർ എന്ന് പറയുന്നത്. നജിദിന് നേരെ എതിരർത്ഥാണ് ഗൗറിന്. തിഹാമക്ക് ഗൗർ എന്നും പറയും, മനസ്സിലായി. പിന്നെ യമാമ, നജിദിൻ്റെ അതാണ് നമ്മുടെ വിഷയം. നജിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ധാരണ ഉള്ളത് ഒരു പിന്നെ ഏത് ഭാഗ ആളുകളുടെ ഒരു ധാരണയിൽ നജിദ് എന്ന് പറഞ്ഞാൽ റിയാദ് അല്ലേ, റിയാദ് ഭാഗം. യഥാർത്ഥത്തിൽ നജിദിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടന അത് കേവലം ഒരു ശുഷ്ക മേഖലയല്ല. നജിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസിദ്ധമായ നജിദ്, അറേബ്യൻ ഉപദ്വീപിൽ പ്രസിദ്ധമായ നജിദ്, കുറേ നജിദുകളുണ്ട്. അത് നമ്മൾ എഴുതുകയാണെങ്കിൽ ഇപ്പോൾ നജിദുകൾ നജിദുൽ ബർക്ക്, ഇത് യമാമയിൽ ഒരു നജിദാണ്. അതേപോലെ തന്നെ നജിദുൽ ഉഖാബ്, അതേപോലെ നജിദ് ഇജ, അതേപോലെ നജിദ് ഖാൽ, പിന്നെ നജിദ് ആഫരി, അതേപോലെ നജിദ് ആസരി, ഇങ്ങനെ കുറേ നജിദുകളുണ്ട്. അതേപോലെ നജിദ് അൽ ഗബ് എന്ന് പറയുന്ന നജിദുണ്ട്. പിന്നെയും നജിദ് വുദ്, ഇതൊക്കെ കുറേ നജിദുകളുണ്ട്. അറബികൾക്ക് കുറേ നജിദുകളുണ്ട്. പിന്നെ നജിദുൽ ഇറാഖ്, നജിദുൽ ഹിജാസ്, പിന്നെ നജിദുൽ യമൻ, ഇതൊക്കെ നജിദുകളാണ്. അറബികൾക്ക് അറിയപ്പെട്ട സ്ഥലങ്ങളാണ്. നജിദ് എന്ന പേരിൽ അറബികൾക്ക് അറിയപ്പെട്ട സ്ഥലമാണ് ഇതൊക്കെ. എത്രയായി? 2, 10, 11, ഇനി ഒന്നുണ്ട്. മനസ്സിലായോ? ഇതിൽ ഇതൊക്കെ നജിദുകളാണ്. അറേബ്യൻ ഉപദ്വീപിൽ പ്രസിദ്ധമായ നജിദ് അത് സിറിയയിൽ നിന്നും, അതിൻ്റെ ഒരു അതിർത്തി സിറിയൻ്റെ ഭാഗമാണ് ഷാം, അതേപോലെ തന്നെ ഇറാഖാണ്. അവിടുന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ യമാമയുടെ ഭാഗങ്ങൾ കുറേ വരുന്ന അത്ര നജിദുണ്ട്, വിശാലമാണ് നജിദ്. പിന്നെ ഇന്നത്തെ അതിൻ്റെ സ്ഥലങ്ങൾ നമുക്ക് പറയാം. ഈ ഹിജാസ് ഉണ്ടല്ലോ, ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഹിജാസിനെയും നജിദിനെയും വേർതിരിക്കുന്ന ഒരു പർവ്വതനിര, അതാണ് ജിബാൽ സുറാത്ത് എന്ന് പറയും. ഈ ജിബാൽ സുറാത്ത് ഇങ്ങനെ നീണ്ട പർവ്വതനിരയാണ്. അതിൻ്റെ ഒരു ഭാഗം ഹിജാസാണ്, മറുഭാഗം നജിദാണ്. അഹ്സ ഉണ്ടല്ലോ, ഇന്നത്തെ അഹ്സ വരെ നജിദാണ്. അഹ്സ ഏകദേശം ഈ ഭാഗത്തായിരിക്കും. അഹ്സ വരെ നജിദാണ്, മനസ്സിലായി. അപ്പോൾ ഈ ജബൽ സുറാത്തിൻ്റെ കിഴക്ക് ഭാഗം മുതൽ അഹ്സ വരെ വിശാലമായിട്ടാണ് വീതിയിൽ നജിദ്. നീളത്തിൽ സിറിയയിൽ നിന്ന് തുടങ്ങും, മനസ്സിലായി. ഇറാഖിൻ്റെ ഭാഗങ്ങളിൽ കണ്ടോ നജിദിൽ ഇറാഖുണ്ട്. ഇങ്ങനെ നജിദാണ്. ഇന്ന് സൗദി അറേബ്യയിൽ
നമ്മൾ ഇന്നത്തെ ഇത് എളുപ്പമാണ് നജിദിനെ മനസ്സിലാക്കാൻ. ഇത് ഇപ്പോൾ ആർക്കറിയാം, ഇത് സൗദി അറേബ്യയിലെ 13 മന്തിക്കകളാണ്, പ്രൊവിൻസുകൾ. ഇതേതാണ്? ഷർക്കിയ, നമ്മളുള്ള ഈസ്റ്റേൺ പ്രൊവിൻസ്. ഇത് റിയാദ് അല്ലേ, ഇത് പിന്നെ ഷർക്കിയ അല്ലേ, അല്ലേ. ഇതേതാ? ജുബൈലോ? ഇത് നജറാൻ. ജുബൈലൊക്കെ ഇവിടെ അല്ലേ? മന്തികകളാണ്, സൗദി അറേബ്യയിലെ വിവിധ പ്രൊവിൻസ്. ഇത് നജറാൻ, ഇത് അസീർ ഇത് പറയാ യുഹന്നാസ്, ജാസാൻ, ജീസാൻ അല്ല ജാസാൻ. ഇത് ഏതാ? ആരും ഒടുക്കും പോയിട്ടില്ല. അൽബാഹ, അൽബാഹ. ഇത് അൽഹംദുലില്ലാ, ഇത് മക്ക, ഇത് മദീന. മനസ്സിലായില്ലേ? ഇത് ഖസീം, ഖസീം. ഇത് ഹായിൽ. ഇത് അയ്യുഹന്നാസ്, പടച്ചോനെ, തബൂക്ക്. ഇസ്ലാമിൻ്റെ തലസ്ഥാന നഗരികൾ അറിയുമ്പോൾ നമ്മളിത് മനസ്സിലാക്കുന്നുണ്ട്. ഇത് പറയുക നിങ്ങളെ അൽജൗഫ് അല്ലേ. ഇത് മന്തിക ഷിമാലിയ, മന്തിക ഷിമാലിയ. അറൊക്കെ ഉള്ള അറാറ് വടൻ അല്ലേ. ഇപ്പം ഏതാ ഇനി ബാക്കി? ഇല്ല. മന്തികകൾ, പ്രൊവിൻസുകൾ. അതിൽ അത് എപ്പോൾ തരണമായി നോക്കിയേ? 1 2 3. ഇല്ല അല്ല, അത് മന്തിക മക്കൽ മുക്കറമിൻ്റെ ഭാഗമാണ്. 12 13. 1 2 3 4 5 6 7 8 9 10 11 12 13. നജ്റാൻ. നജിദ് മന്തിഖത്തുൽ റിയാദ്, മന്തിഖത്തുൽ ഖസീം, മന്തിഖത്തുൽ ഹായിൽ, ഹുദൂദ് ഷിമാലിയ, അൽ ജൗഫ്, തബൂക്ക്, ഇതൊക്കെ എന്താണ്? നജിദാണ്. ഈ ഇന്നത്തെ ഈ വിഭജനത്തിൽ ഈ മന്തിഖത്തുൽ മദീന, മദീന അല്ല മന്തിഖത്തുൽ മദീന, അതിൻ്റെ കുറേ ഭാഗങ്ങളും മക്ക, മന്തിഖത്തുൽ മക്ക, അതിൻ്റെ കുറേ ഭാഗങ്ങളും നജിദിൽക്ക, പണ്ടത്തെ നജിദ്ക്ക്. മനസ്സിലായോ? ഷർക്കിയൻ്റെ കുറേ ഭാഗങ്ങൾ എന്താണ്? അതും എടുക്കാണ്, നജിദിൽക്കാണ്. അഹ്സാണ് ഇതിൻ്റെ അതിർത്തി, നജിദിൻ്റെ അതിർത്തി. അപ്പോൾ അഹ്സ വരെയുള്ള ഈ ഈസ്റ്റേൺ പ്രൊവിൻസിലെ ഭാഗങ്ങളും എവിടേക്കാണ്? അത് നജിദിലേക്കാണ്. അപ്പോൾ നജിദ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ശുഷ്കമായ സ്ഥലമല്ല ജസീറത്തുൽ അറബിൽ, അറേബ്യൻ ദ്വീപിൽ. പിന്നെയോ അത് വിശാലമായൊരു ഭൂപ്രദേശമാണ്. റിയാദ്, ഖസീം, ഹായിൽ, ജൗഫ്, തബൂക്ക്, ഹുദൂദ് ഷിമാലിയ, ഇതെല്ലാം നജിദാണ്. അതേപോലെ ഈസ്റ്റേൺ പ്രൊവിൻസിൻ്റെ കുറേ ഭാഗങ്ങൾ, അതേപോലെ മന്തിഖത്തുൽ മദീന അൽ മുനവറ, അതേപോലെ തന്നെ മന്തിഖത്ത് അൽ മക്ക അൽ മുക്കറം, അതിൻ്റെ കുറേ ഭാഗങ്ങളും ഏതിലാണ്? നജിദിലാണ്. വാദി നഖ്ല എന്ന് പറയും, വാദി അൽ അഖീഖ് അൻ നഖ്ല എന്ന് പറയുന്ന പിന്നെ ഇറാഖുകാരുടെ മീഖാത്തുണ്ട് മക്കത്തേക്കുള്ള, മനസ്സിലല്ലേ? ആ സ്ഥലം വരെ നജിദ. അൽ അഖീഖ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വാദി നഖ്ല എന്ന് പറയുന്ന സ്ഥലം വരെ, അത് മക്കയോട് അടുത്താണ് ആ പിന്നെ മീഖാത്ത്, അത് വരെ നജിദാണ്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നജിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയ ഒരു ഭൂപ്രദേശമല്ല. പിന്നെയോ നജിദ് എന്ന് പറഞ്ഞെങ്കിൽ അത് വിശാലമായൊരു ഭൂപ്രദേശം. ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത് എവിടെയാണ്? ജനിക്കുന്നത് പിന്നെ അദ്ദേഹം ജനിക്കുന്നത് ഒഴൈനയിലാണ്. ഒഴൈന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പിന്നെ റിയാദ് ഇങ്ങനെ അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഒഴൈന, അതേപോലെ ദർഇയ, അങ്ങനെ തൊട്ടടുത്ത സ്ഥലങ്ങളാണ്. മനസ്സിലല്ലേ? ഒഴൈനയിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഭൂജാതനായി. ഹിജറയുടെ 1100
15 അദ്ദേഹം ദർഇയയിൽ മരണപ്പെട്ടു 1206 ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി. അതല്ലേ ഉയൈന അതേപോലെ ദർഇയ, 2 സ്ഥലവും അടുത്തടുത്ത് തന്നെയാണ്, റിയാദിനോട് അടുത്തുള്ള 2 സ്ഥലങ്ങളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇനി അതാണ് നമ്മുടെ വിഷയം, ദുആ ചെയ്തു. ആർക്ക് വേണ്ടി ദുആ ചെയ്തു? യമനിന് വേണ്ടി ദുആ ചെയ്തു. പിന്നെ ആർക്ക് വേണ്ടി ദുആ ചെയ്തു? ഷാമിന് വേണ്ടിയിട്ട് ദുആ ചെയ്തു. നജിദിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ ഹാഹുന തദ്ഹറുൽ ഫിതൻ വസ്സലാസിൽ, അതേപോലെ തന്നെ യത്ലഉ ഖർനു ഷയാത്തീൻ അല്ലെങ്കിൽ ഷൈത്താൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വെച്ചിട്ട് യമനിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. യമൻ ഇവിടെയാണ്. യമനിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഇന്നത്തെ യമൻ അല്ല, അന്നത്തെ യമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാബയുടെ ഈ ഇങ്ങോട്ട് പിന്നെ ഉണ്ടല്ലോ തെക്ക് ഭാഗം, അത് കുറച്ച് ഭാഗം ഉണ്ട് പിന്നിട്ടുണ്ടെങ്കിൽ യമനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അതേപോലെ ഷാമിന് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചു. ഷാം ഇതാണ്, മനസ്സിലല്ലേ? അന്നത്തെ ഷാം എന്ന് പറഞ്ഞാൽ വിശാലമാണ്. ഇന്ന് ജോർഡാൻ, സൂരിയ, ലബനാൻ, ഫലസ്തീൻ ഇത് കൂടിയതാണ് എന്ത്? അന്നത്തെ ഷാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാമിന് വേണ്ടിയും പ്രാർത്ഥിച്ചു, യമനിന് വേണ്ടിയും പ്രാർത്ഥിച്ചു. അത് പ്രാർത്ഥിക്കാനൊരു കാരണമുണ്ട്, മനസ്സിലല്ലേ? കാബയുടെ തെക്ക് ഭാഗത്ത് ഇവിടെയുള്ള യമന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമൻ എന്ന് പേരിടാൻ കാരണം അനുഗ്രഹീത നാട് എന്നുള്ള നിലക്കാണ്. ഷാമിന് ഷാം എന്ന് പേരിടാൻ കാരണം യമനിൽ അനുഗ്രഹം കണ്ടിരുന്ന അറബികൾ ഷാമിൽ ദുർലക്ഷണമാണ് കണ്ടിരുന്നത്. ഷുഉം എന്ന് പറഞ്ഞാൽ എന്താ? ഷുഉം എന്ന് പറഞ്ഞാൽ ദുർലക്ഷണം. അതുകൊണ്ടാണ് ഷാമിന് പേര് തന്നെ അങ്ങനെ ആയത്. ദുർലക്ഷണം ഉള്ള നാട് എന്ന രീതിയിൽ അറബികൾ ഷാമിനെ കണ്ടിരുന്നു, യമനെ അനുഗ്രഹീത നാടായിട്ടും കണ്ടിരുന്നു. പേരിൽ തന്നെ, ഈ നാമനിർണയത്തിൽ തന്നെ യമൻ എന്നാണ് ബർക്കത്ത് എന്നർത്ഥം, അനുഗ്രഹം. ഷാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഈ ദുർലക്ഷണം എന്നർത്ഥം. അപ്പോൾ യമനിൽ അനുഗ്രഹം കാണുകയും ഷാമിൽ ദുർലക്ഷണം കാണുകയും ചെയ്തിരുന്നു അറബികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിന, അല്ലാഹുവേ ഞങ്ങളുടെ യമനിൽ നീ ബർക്കത്ത് ചൊരിയണമേ. പിന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിന, ഞങ്ങളുടെ ഷാമിലും ബർക്കത്ത് ചൊരിയണമേ. ആ അന്ധവിശ്വാസം റസൂൽ എന്ത് ചെയ്ത് ഉടച്ചു വാർത്ത്. ഇവരുടെ 2 രീതിയിലുള്ള ഈ നോട്ടം റസൂൽ എന്ത് ചെയ്തു? ഈ ദുആയിലൂടെ ഉടച്ചു വാർത്ത്. മനസ്സിലായി? അതാണ് ഇവിടെ ദുആ ചെയ്യാനുള്ള കാരണം. അവിടെ റസൂൽ ഉദ്ദേശിക്കുന്നത് യമനെയും ഷാമിനെയും രണ്ടും അനുഗ്രഹീത നാട് എന്നുള്ള നിലക്കാണ്. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, റസൂലെ വഫി നജിദിന, ഞങ്ങളുടെ നജിദിന് വേണ്ടിയും ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നജിദിൽ അവിടെ ഫിത്നകൾ നാമ്പെടുക്കും, അവിടെ ജലാസിൽ ഉണ്ടാകും. ജലാസിൽ എന്ന് പറഞ്ഞാൽ ഭൂകമ്പങ്ങൾ. അവിടം ഷെയ്ത്താൻ്റെ കൊമ്പ് ഉദയം ചെയ്യും എന്ന് പറഞ്ഞു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എവിടെ നിന്നാണ്? മദീനയിൽ നിന്നാണ്. മനസ്സിലായേ? ഇത് മക്ക, ജിദ്ദ, മദീനത്തിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഈ ഹദീസിനെ വെച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല? നജിദുകാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ ഈ വിശാലമായ ഭൂപ്രദേശമാകുന്ന നജിദിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വിശേഷിപ്പിക്കുകയും ഈ രീതിയിൽ വിഗണിക്കുകയും ചെയ്തു എന്നാണ് ഇന്ന് ആര് പറയുന്നത്? ചില അന്ധവിശ്വാസത്തിൻ്റെ ആളുകൾ പറയുന്നത്. യഥാർത്ഥത്തിൽ അത് തീർത്തും തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാൻ വിസമ്മതിച്ച്, അല്ലെങ്കിൽ പിന്നെ ഫിത്നകൾ ഉണ്ടാകും, ഭൂകമ്പങ്ങൾ ഉണ്ടാകും, കുഴപ്പങ്ങൾ വരും, ഷെയ്ത്താൻ്റെ കൊമ്പ് ഉദയം ചെയ്യും എന്ന് പറഞ്ഞ നജിദ് യഥാർത്ഥത്തിൽ ഈ നജിദല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് നജിദുൽ ഇറാഖാണ്. എന്തുകൊണ്ട്?
ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചിലർ ചോദിച്ചത് വഫി നജിദിന എന്നാണ്. മറ്റ് ചില റിപ്പോർട്ടുകളിൽ കാണാം വഫി ഇറാഖിന എന്നാണ് റസൂലാണ് എന്ത് ചെയ്ത് അവർ ചോദിച്ചത്. വഫി ഇറാഖിന, ഞങ്ങളുടെ ഇറാഖിലും ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. അത് ഹദീസിൽ സഹിയായി വന്നിട്ടുണ്ട്, വഫി ഇറാഖിന. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആഹുന, അവിടെ എന്ത് ചെയ്യും, ഫിത്നകൾ ഉണ്ടാകും, ഭൂകമ്പങ്ങൾ ഉണ്ടാകും, അതേപോലെ തന്നെ ശൈത്താൻ്റെ കൊമ്പ് ഉദയം ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ടായത്. അപ്പോൾ ചില റിപ്പോർട്ടിൽ തന്നെ ഈ നജിദ് റസൂൽ ഉദ്ദേശിച്ച നജിദ് ഏത് എന്ന് റസൂൽ തന്നെ വ്യക്തമാക്കിയതുണ്ട്. എവിടെ? അതേതാണ്? അത് ഇറാഖാണ്. മാത്രമല്ല ഇബ്നു ഉമറിൽ നിന്നുള്ള ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ ഫിത്നത്തു ഹാഹുന എന്ന് പറഞ്ഞ് ഈ മദീനയിൽ വെച്ച് പ്രസംഗിച്ചപ്പോൾ റസൂലുള്ളാഹി മശ്രിഖിന് നേരെ ചൂണ്ടി എന്നാണ്, മശ്രിഖിന് നേരെ ചൂണ്ടി. ചില റിപ്പോർട്ടുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഉമ്മുൽ ഇറാഖ് വയുശീറു നഹ്വഹ എന്നാണ്. റസൂലുള്ളാഹി ഇറാഖിനെ ഉദ്ദേശിക്കുകയും അതിന് നേരെ ചൂണ്ടുകയും ചെയ്തു എന്നാണ്, അതിന് നേരെ ചൂണ്ടുകയും ചെയ്തു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി ഉദ്ദേശിച്ച നജിദ് ഏതാണ്? നജിദുൽ ഇറാഖാണ്. ഞാൻ ഈ നജിദുകളൊക്കെ ഇവിടെ എഴുതിയിട്ടുള്ളത് എന്തിനാണ്? ഒരു നജിദ് മാത്രമല്ല, പിന്നെയോ അറബികൾക്ക് കുറേ നജിദുകളുണ്ട്. അത് പിന്നെ നാടുകളെക്കുറിച്ച് പഠനം നടത്തി അതിനെ പുരസ്കരിച്ച് എഴുതിയ ഗ്രന്ഥങ്ങളിൽ ഈ നജിദുകളെക്കുറിച്ചൊക്കെ കാണാം, നജിദുകളെക്കുറിച്ചൊക്കെ കാണാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ച നജിദ് അത് ഈ ജസീറത്തുൽ അറബിലുള്ള നജിദല്ല. പിന്നെയോ റസൂലുള്ളാഹി ഉദ്ദേശിച്ചത് ഇറാഖിന് നേരെ സ്ഥിതി ചെയ്യുന്ന നജിദാണ്. അതെങ്ങനെ മനസ്സിലായി? ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചില ഹദീസുകളിൽ ഇറാഖ് എന്നുള്ള പേര് തന്നെ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിഴക്കിന് നേരെ ചൂണ്ടിയിട്ട് അത് റസൂൽ ഉദ്ദേശിച്ചത് ഇറാഖാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയാറുണ്ട്, ഇബ്നു ഉമർ റളിയല്ലാഹു പറയാറുണ്ട് എന്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ച നജിദ് ഏതാണ്? അത് ഇറാഖാണ്, ഇറാഖ് ആണ്. അങ്ങനെ തന്നെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഈ ഒരു വിഷയം പലരും അറിഞ്ഞുകൊണ്ട് മൂടിയേക്കണാണ്, അറിഞ്ഞുകൊണ്ട് മൂടിയേക്കണേ. എന്തിനാ അത് അറിഞ്ഞുകൊണ്ട് മൂടിയേക്കണേ? അല്ലെങ്കിൽ ചിലർ എന്തിനാണ് ഇത് അറിയാതെ പറയുന്നത്? അറിയാതെ പറയുന്നതൊക്കെയും സലഫി ദഅവത്തിനുള്ള വിദ്വേഷമാണ്, സലഫി ദഅവത്തിനുള്ള വിദ്വേഷമാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്ന നവജാഗരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾ അത് അന്ധവിശ്വാസാചാരങ്ങളെ തകർക്കുന്നതും ഷിർക്കിനെ തമസ്കരിക്കുന്നതുമായിട്ടുള്ള ദഅവത്താണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസത്തിൻ്റെ ആളുകൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ എന്താണ് ഇകഴ്ത്തണം, അദ്ദേഹത്തിൻ്റെ ദഅവത്തിനെ അവർക്ക് തമസ്കരിക്കണം. അതിന് അവർ ചികഞ്ഞ ഒരു വഴിയാണെന്ത്, ഇത്തരം ഹദീസുകളെ ദുർവ്യാഖ്യാനിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിക്കാത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചു എന്ന രീതിയിൽ അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ കുറിച്ച് വ്യാജമായി പറഞ്ഞ് എന്ത് ചെയ്യുക, നമ്മൾ പറയുമല്ലോ മകൻ ചത്താലും വേണ്ടില്ല മരിയോളെ കണ്ണീര് കണ്ടാൽ മതി, അങ്ങനെ ഉണ്ടല്ലോ. മകൻ ചത്തിട്ടായാലും വേണ്ടില്ല മരിയോളെ കണ്ണീര് കണ്ടാൽ മതി എന്ന അമ്മായിമ്മയുടെ നയാണ് ഈ അന്ധവിശ്വാസത്തിൻ്റെ ആളുകൾക്ക്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത് ഇറാഖിനെയാണ്, ഈ ഭാഗത്തെയാണ്. പക്ഷേ ആ ഉദ്ദേശത്തെ തന്നെ തമസ്കരിച്ചിട്ട് എന്ത് ചെയ്ത് റസൂലുള്ളാഹി ഉദ്ദേശിച്ചത് ഈ നജിദിനെയാണ് എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ആളുകൾ പറയുന്നത്. അത് തീർത്തും വസ്തുതക്ക് നിരക്കാത്തതും വാസ്തവ വിരുദ്ധവുമാണ്. മനസ്സിലായോ? പിന്നെ ഇതിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഇപ്പോൾ ഇമാം അൽ ഹാഫിദ് ബിൻ ഹജർ റഹിമഹുല്ലാഹി ആകട്ടെ അല്ലെങ്കിൽ മറ്റു ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാരൊക്കെയും റസൂലുള്ളാഹി വഫി നജിദിന എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് നജിദുൽ ഇറാഖാണ്, അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇറാഖിന് നേരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൂണ്ടിയത് എന്നതിനെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹദീസിൻ്റെ റിപ്പോർട്ടുകളെ വെച്ചിട്ട്, ചരിത്ര റിപ്പോർട്ടുകളെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവരത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് പിന്നെ ഒന്ന് മനസ്സിലാക്കാനുള്ളത്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ പറഞ്ഞു അദ്ദേഹം ഉയൈനയിൽ ഭൂജാതനായി ചരിത്രത്തിൽ, പിന്നെ അദ്ദേഹം ദർഇയയിലാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ദഅവത്ത് കേവലം ഈ നജിദിൽ മാത്രമല്ല, പിന്നെയോ അദ്ദേഹത്തിൻ്റെ ദഅവത്ത് ജസീറയെ മുഴുവൻ സ്വാധീനിച്ചു. മാത്രമല്ല അത് ജസീറയിൽ നിന്ന് എന്ത് ചെയ്തു, പുറം ലോകത്തേക്കും വ്യാപിച്ചിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ഇകഴ്ത്താൻ അവർ ചെയ്ത ഒരു പണി ഇതാണ്, എന്ത് ചെയ്ത് ഈ നജിദിനെ ഈ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ ആ നജിദിനെ
അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ഈ ശ്രമം നടത്തുമ്പോൾ നോക്കി നിങ്ങൾ എത്ര വിശാലമായൊരു ഭൂതലാണ് അവർ. മനസ്സിലായി? ജസീറയിൽ വലിയൊരു ഭാഗം നജിദാണ്, വലിയൊരു ഭാഗം നജിദാണ്. മനസ്സിലായി? ഈ നജിദിനെ മുഴുവൻ എന്ത് ചെയ്യാണ് അവർ മോശമായിട്ട് അപകീർത്തിപ്പെടുത്തിയിട്ട് അവർ പിന്നെ ആളുകളോട് പറഞ്ഞു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഹദീസ് പണ്ഡിതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തുകൊണ്ടാണ് ഇറാഖിനെ പരാമർശിച്ചത്, ഇറാഖ് എന്തുകൊണ്ട് ഫിത്തനകളുടെ നാടായി, അതിന് ഉദാഹരണ സഹിതം വിശദീകരിച്ചിട്ടുണ്ട്. അതൊന്നും എവിടെ ഉണ്ടായിട്ടില്ല? നജിദിലുണ്ടായിട്ടില്ല, ജസീറയിലുള്ള നജിദിലുണ്ടായിട്ടില്ല. അതിൽ പെട്ടതാണ് ഇപ്പോൾ പിന്നെ നമ്മളെ ഇന്ത്യയിൽ തന്നെ പിന്നെ മരണപ്പെട്ട സുലൈമാൻ നദ്വി. അതേപോലുള്ളതായ ഹദീസ് പണ്ഡിതന്മാരും പൂർവ്വകാലത്തുള്ള ഹദീസ് പണ്ഡിതന്മാരും കുറേ ഉദാഹരണങ്ങൾ ഉണ്ട്. നോക്കി നിങ്ങൾ, ഇറാഖിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് തന്നെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെടുന്നതിനെ കുറിച്ച് അറിവ് നൽകപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് വഹി കിട്ടിയിട്ടുണ്ട്, ഹുസൈൻ വധിക്കപ്പെടും. എവിടെ വധിക്കപ്പെടും? ഹുസൈൻ കർബലയിലാണ്. മനസ്സിലായില്ലേ? അലി റളിയല്ലാഹു അൻഹുവിന് കുത്തേറ്റ് അലി ഷഹീദായി. എവിടെ വെച്ചാൽ ഷഹീദായത്? ഇറാഖിലാണ്, കുഫയിലാണ്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന് വിഷം നൽകപ്പെട്ടു. ഹസൻ റളിയല്ലാഹുവിന് മനസ്സിലായേ? ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. എവിടെ വെച്ച്? ഇറാഖിൽ വെച്ച്. ഇറാഖുകാരോട് ഹസൻ റളിയല്ലാഹുവിന് പ്രസംഗിച്ചത് കാണാൻ സാധിക്കും. നിങ്ങളുടെ അതിഥികളായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്, നിങ്ങൾ ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് ഹസൻ റളിയല്ലാഹുവിന് പ്രസംഗിച്ചത്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്ത്? മക്കയിൽ നിന്ന് വിളിച്ചു വരുത്തി ഇറാഖിലെ കർബലയിൽ എന്ത് ചെയ്തു? ദാരുണമായിട്ട് ഹുസൈൻ റളിയല്ലാഹു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ പലരെയും എന്ത് ചെയ്തു? കർബലയിൽ വധിക്കണ്ടായി. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് ഉമ്മി സലമ റളിയല്ലാഹു തആല പറയാണ്, റസൂലുള്ളാഹിനെ വിവരണനായിട്ട് കാണപ്പെട്ടു, റസൂലുള്ളാഹ് ദുഃഖഭരിതനായിട്ട് ഇരിക്കുന്നത് കാണപ്പെട്ടു. ഇപ്പോൾ ചോദിച്ചു എന്താണ്? അപ്പോൾ ജിബ്രീൽ വന്നു. എന്നിട്ട് ജിബ്രീൽ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഈ പൗത്രൻ ഹുസൈൻ ഇന്ന നാട്ടിൽ കൊല്ലപ്പെടും. എന്നിട്ട് ആ നാട്ടിലെ മണ്ണ് എനിക്ക് കാണിച്ചു തന്നു, അത് കർബുൻ വബല എന്ന് പറഞ്ഞിട്ട് പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചതൊക്കെ കാണാൻ സാധിക്കും. കർബലയിലെ മണ്ണാണ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ റസൂലുള്ളാഹിക്ക് അറിവുണ്ടായിട്ടുണ്ട് എന്ത് ചെയ്യും? ഫിത്തനകൾ വരുന്നുള്ളത്. ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൽ അമീറുൽ മുഅ്മിനീൻ ഇറാഖിലേക്ക് പോകാൻ ഉദ്ദേശിച്ചു. മനസ്സിലല്ലേ? ഇറാഖിലേക്ക് പോകാൻ ഉദ്ദേശിച്ചപ്പോൾ കഅബ് റളിയല്ലാഹു തആല തടഞ്ഞ് കഅബ് തടഞ്ഞ്. എന്നിട്ട് കഅബ് എന്താ പറഞ്ഞത്? ലോകത്ത് 10 ഷർറാണുള്ളത് എങ്കിൽ അതിൽ 9 ഇറാഖിലാണ്. 9 ഇറാഖിലാണ്. അതുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ ഇറാഖിന് നേരെ പോകരുത് എന്ന് പറഞ്ഞിട്ട് ഉമറിനെ തടുക്കുകയാണ് ചെയ്തത്. എന്നാൽ ആ ഫിത്നകൾ പലതും നാമ്പെടുക്കുകയും അത് വിളയുകയും ചെയ്തത് ഈ പിന്നെ ഇറാഖിന് നേരെയുള്ള ആ ഭാഗങ്ങളിൽ നിന്നായിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഇവിടെ ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങളെയൊക്കെ തമസ്കരിച്ച് ഭൂമിശാസ്ത്രപരമായിട്ടുള്ളതായി ഈ പ്രത്യേകതകളെയും തമസ്കരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യണത്? ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത് ജസീറയിലുള്ള ഈ വിശാലമായ നജിദിനെയാണ്. അതിന് കാരണം എന്താ? ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇവിടെ ഭൂജാതനായിട്ട് അദ്ദേഹം ഇങ്ങനെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തും എന്ന് ഉള്ളതാണ് എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഒരു വിഷയം ഇതോടനുബന്ധിച്ചിൻ്റെ പൂർണ്ണത എന്നുള്ള നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. അതെന്താ? ദുൽഖുവൈസിറത്തുൽ തമീമി, ദുൽഖുവൈസിറ അത്തമീമി ദുൽഖുവൈസിറത്തു തമീമി പിന്നെ എന്ന് പറയുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധാർജിത സ്വത്ത് ഓരി വെക്കുമ്പോൾ, ഹുനൈൻ യുദ്ധത്തിനെ തുടർന്ന് യുദ്ധാർജിത സ്വത്ത് ഓരി വെക്കുമ്പോൾ ദുൽഖുവൈസിറ അത്തമീമി എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, എഴുതിലിയ മുഹമ്മദെ നീതി പാലിക്കുക എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധസ്വത്ത് ഓരി വെച്ചപ്പോൾ കൂടുതൽ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവർക്ക് കൊടുത്ത്. മക്കം ഫതഹായ ഉടനെയാണ് ഹുനൈൻ യുദ്ധം. മനസ്സിലെ? അപ്പോൾ ഇതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ കുറേ എന്ത് ചെയ്തിട്ടുണ്ട്? ഹുനൈൻ യുദ്ധത്തിൽ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പ്രത്യേകം പരിഗണിച്ചിട്ട് എന്ത് ചെയ്ത് അവർക്ക് കൂടുതൽ നൽകിയപ്പോൾ ദുൽഖുവൈസിറ അത്തമീമി അയാൾക്ക് ആ വിഷയം അത്ര രുചിച്ചില്ല. അയാൾ എഴുതില്ല മുഹമ്മദെ നീതി പാലിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നീതി പാലിച്ചില്ല എങ്കിൽ ആര് നീതി പാലിക്കും?
ആകാശത്തിലുള്ളവർ എൻ്റെ വിഷയത്തിൽ നിർഭയരാണ്, ഭൂമിയുള്ള നിനക്ക് എൻ്റെ വിഷയത്തിൽ നിർഭയത്വമില്ലേ എന്ന് റസൂലുള്ളാഹി അദ്ദേഹത്തോട് പ്രതികരിച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹു അപ്പോൾ വാളെടുത്ത് ചാടിയിട്ട് പറഞ്ഞു, ദഅനി യാ റസൂലല്ലാഹ് അദ്രിബു ഉനഖഹു, റസൂലെ അവനെ എനിക്ക് വിട്ടുതരൂ, ഞാൻ അവൻ്റെ പെരടി കൊയ്യാം, തല കൊത്താം എന്ന് പറഞ്ഞു, പെരടി കൊത്താം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അയാൾ വെറുതെ വിടാൻ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ദുൽഖുവൈസിറയുടെ മുതുകിൽ നിന്ന് ഒരു വിഭാഗം പറക്കാനുണ്ട്. ഇവൻ്റെ മുതുകിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ വരും. അവരുടെ പ്രത്യേകത അവർ ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സഹാബികൾ ഖുർആൻ ഓതുന്നതിനേക്കാൾ സുന്ദരമായിട്ട് ഖുർആൻ ഓതും. അവരുടെ നമസ്കാരം നിങ്ങളുടെ നമസ്കാരത്തെ നിസ്സാരമാക്കി കാണിക്കും വിധമായിരിക്കും. അവർ എത്ര ഭംഗിയുള്ള നിസ്കാരമായിരിക്കും ഉപരിപ്ലവമായിട്ട്. അതേപോലെ തന്നെ അവർ ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ സുന്ദരമായ ഖുർആൻ ഓത്തായിരിക്കും. ആ ഖുർആൻ ഓത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ ഓത്തൊന്നും ആവില്ല. പക്ഷേ അവരുടെ ഖുർആൻ അവരുടെ കഴുത്ത് വിട്ട് താഴേക്ക് ഇറങ്ങില്ല, ഉപരിപ്ലവമായിട്ടുള്ള പ്രകടനമായിരിക്കും എന്ന രീതിയിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുൽഖുവൈസിറയുടെ വിഷയത്തിൽ പറയണ്ടായി. മനസ്സിലായില്ലേ? ഇന്ന് ഇവർ ഈ വിഭാഗം ആളുകൾ, ഈ അന്ധവിശ്വാസത്തിൻ്റെ ആളുകൾ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയെയും അദ്ദേഹത്തിൻ്റെ ദഅവത്തിനെയും ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എഴുതിലിയ മുഹമ്മദ് എന്ന് പറഞ്ഞില്ലേ, ഈ ദുൽഖുവൈസിറ, എഴുതിലിയ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ദുൽഖുവൈസിറ അയാളുടെ 12ാമത്തെ പേരക്കുട്ടിയാണ് ആര്? അല്ലേ, അങ്ങനെയല്ലേ പ്രസംഗത്തിൽ വരാറ്? 12ാമത്തെ പേരക്കുട്ടിയാണ് ആര്? ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഇവൻ്റെ മുതുകിൽ നിന്ന് കുറേ ആളുകൾ വരുന്നറില്ലേ, അതിൽ ഒരാളാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇദ്ദേഹത്തിൻ്റെ 12ാമത്തെ പേരക്കുട്ടിയാണ് എന്നാണ് ആര് പറഞ്ഞത്? ഈ വിഭാഗം ആളുകൾ പറയുന്നത്. അതാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അതും ശരിക്ക് വസ്തുതാപരമല്ല. മനസ്സിലായി? ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിതൃപരമ്പര അത് കൃത്യമായിട്ട് ചരിത്രത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറബികൾ എന്ത് ചെയ്യും? അവരുടെ നെസബ കൃത്യമായിട്ട് രേഖപ്പെടുത്തും. നെസബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ കുടുംബ പരമ്പര രേഖപ്പെടുത്തും അറബികൾ. മനസ്സിലായി? ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പര അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പന്മാരിൽ ഇല്യാസ് ഇബ്നു മുദർ, ഇബ്നു നിസാർ, ഇബ്നു മുഅദ്, ഇബ്നു അദ്നാൻ, ഇല്യാസ് വരെ മുട്ടുന്ന ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിതൃപരമ്പര രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പിതൃപരമ്പരയിൽ ആരില്ല? ഈ ദുൽഖുവൈസിറ ഇല്ല. ദുൽഖുവൈസിറത്തു തമീമി എന്ന് പറയുന്ന ആളില്ല. പിന്നെ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ പേര് ശരിക്കും വഹാബി പ്രസ്ഥാനം അല്ലെങ്കിൽ വഹാബിയത്ത് എന്ന് വിശേഷിപ്പിക്കാറുള്ളത് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിലേക്ക് ചേർത്തിട്ടാണ്. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദാണ്. മനസ്സിലേ? പിന്നെ അബ്ദുൽ വഹാബ്, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വാപ്പ സുലൈമാൻ, അദ്ദേഹത്തിൻ്റെ വാപ്പ അലി, പിന്നെ അദ്ദേഹത്തിൻ്റെ വാപ്പ മുഹമ്മദ്, പിന്നെ അദ്ദേഹത്തിൻ്റെ വാപ്പ അഹ്മദ്, അദ്ദേഹത്തിൻ്റെ വാപ്പ റാഷിദ്, പിന്നെ അദ്ദേഹത്തിൻ്റെ വാപ്പ ബരീദ്. എത്രയും 1 2 3 ഒരു മിനിറ്റ്. പിന്നെ മുഹമ്മദ്, മുഷ്രിഫ്, പിന്നെ ഉമർ, പിന്നെ മിഅദാദ്, പിന്നെ മിഅദാദ് ഇബ്നു റൈസ്, പിന്നെ ഇബ്നു സാഖിർ, പിന്നെ മുഹമ്മദ്
ഇബ്നു അലവി, പിന്നെ വുഹൈബ്, പിന്നെ ഇബ്നു ഖാസിം, കുറച്ച് എഴുതുള്ളൂ, പിന്നെ മൂസ, പിന്നെ മൂസ കഴിഞ്ഞാൽ മസ്ഊദാണ്, മസ്ഊദ് ബിൻ ഉഖ്ബ കണ്ട. ഇനിയുണ്ട് ഉഖ്ബ ഇബ്നു മനിയ എന്നിട്ട് ഇനി തുടരുകയാണ്. ഇവിടെ നോക്കിയേ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ഇതാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അദ്ദേഹത്തിൻ്റെ വാപ്പ അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിൻ്റെ വാപ്പ സുലൈമാൻ, ഇബ്നു അലി, ഇബ്നു മുഹമ്മദ്, ഇബ്നു അഹ്മദ്, ഇബ്നു റാഷിദ്, ഇബ്നു ബരീദ്, ഇബ്നു മുഹമ്മദ്, ഇബ്നു മുഷ്രിഫ്, ഇബ്നു ഉമർ, ഇബ്നു മിഅ്ബാദ്, ഇബ്നു റൈസ്, ഇബ്നു സാഖിർ, ഇബ്നു മുഹമ്മദ്, ഇബ്നു അലവി, ഇബ്നു വുഹൈബ്, ഇബ്നു ഖാസിം, ഇബ്നു മൂസ, ഇബ്നു മസ്ഊദ്, ഇബ്നു ഉഖ്ബ, ഇബ്നു മനിയ എന്ന് തുടങ്ങിയിട്ട് ഇനി അത് തുടർന്ന് പോവുകയാണ്. ഇവിടെ ഇത് തുടർന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇനി കുറേ പിതാക്കളെ തുടർന്ന് പോയിട്ടുണ്ടൊക്കെ ചരിത്രത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആരെത്തുന്ന അറിയാം, പിന്നെ ഒരു മാലിക് എത്തും, ആ പിതൃ പരമ്പരയിൽ മാലിക് എത്തും. പിന്നെ ഒരു സെയ്ദ് മനാത്ത്, മാലിക്കിൻ്റെ വാപ്പ സെയ്ദ് മനാത്ത്, സെയ്ദ് മനാത്ത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമീം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുർ, പിന്നെ ഉദ്, പിന്നെ താബിഖ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താബിഖിൻ്റെ വാപ്പയാണ് ഇല്യാസിൻ്റെ വാപ്പ മുദർ. പിന്നെ മുദർ കഴിഞ്ഞാൽ നിസാർ, മുഅദ്, അദ്നാൻ. മനസ്സിലായല്ലേ? ഈ താബിഖ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇല്യാസാണ്. അതൊരു പ്രധാന പോയിൻ്റാണ്. ഇല്യാസ് ആരാ? ഇല്യാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പാരെ നമ്മൾ എണ്ണൂലേ? വാപ്പാരെ എണ്ണുമ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിതൃ പരമ്പര ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യാപ്പാൻ്റെ പിതൃ പരമ്പരയിൽ ആരെല്ലാം മുട്ടണത്? ഇല്യാസിലാണ് മുട്ടുന്നത്. ഇല്യാസ് ഇബ്നു മുദർ അതിലാണ് മുട്ടുന്നത്. പിന്നെ ഇതിൽ നോക്കി നിങ്ങൾ 12ാമത്തെ വാപ്പാര 1 2 3 4 5 6 7 8 9 10 11 12 അല്ലേ? റൈസ് ഇബ്നു സാഖിറാണ്. മനസ്സിലായേ? നമ്മൾ പറഞ്ഞ് പിന്നെ ഇവർ പറയാറുള്ളത് എന്താ? ആരാ? ദുൽഖുവൈസറയാണ്. ദുൽഖുവൈസറ. ഈ ദുൽഖുവൈസറ എന്നുള്ളത് അയാളുടെ വിളിപ്പേരാണ്. ഇയാളുടെ പേര്, യഥാർത്ഥ പേര് ഹർക്കൂസാണ്. ഹർക്കൂസ് ഇബ്നു സാഹിർ അൽ അസദി അത്തമീമിയാണ്. സാഹിദ് അൽ അസദി അത്തമീമി. ഇതാണ് ആര്? ഇതാണ് ദുൽഖുവൈസറ എന്നുള്ള അയാളുടെ യഥാർത്ഥ പേരല്ല. അയാളുടെ യഥാർത്ഥ പേര് ഹർക്കൂസാണ്. ഹർക്കൂസ് ഇബ്നു സാഹിർ അൽ അസദി അത്തമീമിയാണ്. ഈ ഒരു പേരിൻ്റെ ഇവിടെ വരുന്നില്ല, ഈ പിതൃ പരമ്പരയിൽ വരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് റസൂലുള്ളാഹിനോട് നീതി പാലിക്ക് മുഹമ്മദ് എന്ന് പറഞ്ഞ ദുൽഖുവൈസറയുടെ 12ാമത്തെ പേരക്കുട്ടിയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് ഈ ആളുകൾ പറയാം? അത് ശരിക്കെന്താണ്? ശരിക്കത് അവർ ചരിത്രത്തിൽ കാണിക്കുന്ന കൃത്രിമത്താണ്. വ്യാജമായിട്ട് പിന്നെ ചരിത്രം വളച്ചൊടിച്ച് ഒരു മഹാരഥനെ അപകീർത്തിപ്പെടുത്താനുള്ളതായ ഹീനശ്രമം മാത്രമല്ല ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിതൃ പരമ്പര ചെന്ന് മുട്ടുന്നത് എവിടെയാണ്? ഇല്യാസിലാണ്. ഇല്യാസ് എന്ന് പറഞ്ഞെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ പരമ്പരയിൽ. മനസ്സിലല്ലേ? പിന്നെ നമ്മൾ എണ്ണീട്ടുണ്ടെങ്കിൽ ഇല്യാസ് അല്ലേ? എങ്ങനെ എണ്ണുക? റസൂലുള്ളാഹിൻ്റെ പിതൃ പരമ്പര എങ്ങനെ? അബ്ദുള്ള, അബ്ദുമനാഫ്, ഹാഷിം, പിന്നെ അബ്ദുമനാഫ്, ഖുസയ്യ്, കിലാബ്, മുറത്ത്, കഅബ്, ലുഐ, ഗാലിബ്, ഫിഹർ, മാലിക്, നദർ, കിനാനത്ത്, ഹുസൈമത്ത്, മുദരിക്കത്ത്, ഇല്യാസ്.
ഇല്യാസിൻ്റെ രണ്ടിലേറെ മക്കളുണ്ട് ഇല്യാസ്. അതിൽ ഇല്യാസിൻ്റെ മുദ്രിക്കയിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപര വരുന്നത്. ഇല്യാസിൻ്റെ താബിഖ എന്ന മകനിലൂടെയാണ് ആര് വരുന്നത്? ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ പിതൃപരമ്പര വരുന്നത്. താബിഖ ഉണ്ടല്ലോ, അതിൻ്റെ മകൻ ഉദ്ദിൻ്റെ മകൻ മുറിൻ്റെ മകനാണ് ആര്? തമീം. ഈ തമീമിലേക്ക് ചേർത്തിട്ടാണ് ആര്? തമീമികൾ. ഈ തമീമിലേക്ക് ചേർത്തിട്ടാണ് ആര്? തമീമികൾ എന്ന് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ഗോത്രം തമീമിയാണ്. മനസ്സിലായി? ആ ഗോത്രം, ആ പേര് അവർക്ക് വരാൻ കാരണം എന്താണ്? ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ഖുറൈശിയാണ്, അല്ലെ, ഹാഷിമിയാണ്. ആ പേര് വരാൻ കാരണം എന്താ? പിതൃപരമ്പരയിൽ ഒരു മഹാന് ഒരാൾക്ക് എന്തുണ്ടാവും? ആ പേരുണ്ടാവും, അതിലേക്ക് ചേർത്തിട്ട്. അതേപോലെ തമീമികൾക്ക് പേര് വരാൻ കാരണം ഈ തമീമാണ്. മനസ്സിലായി? സെയ്ദ് മനാത്ത് എന്ന് പറയുന്ന പിന്നെ തമീം ഇബ്നു മുർ, അതിൻ്റെ മകനാണ് സെയ്ദ് ഇബ്നു മനാത്ത്, പിന്നെ മാലിക്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? പിന്നെ പിതൃ ശൃംഖല അത് തുടർന്ന് പോണത്. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിൽ നിന്ന് ഇല്യാസിലേക്ക് എനിക്ക് തോന്നുന്നത് 37, അതിനിടയിൽ 36 പിതാക്കളുണ്ടാവും, 36 പേര് ഉണ്ടായിരിക്കും. അത് ചരിത്രത്തിൽ അത് എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ നസബയിൽ രേഖപ്പെട്ട് കിടക്കുന്നതാണ്. മനസ്സിലായത്? അപ്പോൾ ആ രീതിയിലും ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ഈ ദഅവത്തിനെ അപകീർത്തിപ്പെടുത്താനും അദ്ദേഹത്തെ മോശപ്പെടുത്താനും ശ്രമിക്കുന്നതും എന്താണ്? അത് ശരിയല്ല, വ്യാജമാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് നമ്മളിതിവിടെ എഴുതിയത്. മനസ്സിലായോ? ഇതിൽ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബും ഈ നവോത്ഥാന സംരംഭത്തിൽ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയോടൊപ്പം വേറൊരാളുണ്ട്. ആരാണത്? മുഹമ്മദ് ഇബ്നു സഊദാണ്. മുഹമ്മദ് ഇബ്നു സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി. 2 മുഹമ്മദുകളാണ്. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബും പിന്നെ മുഹമ്മദ് ഇബ്നു സഊദും. മുഹമ്മദ് ഇബ്നു സഊദ്, ഈ മുഹമ്മദ് ഇബ്നു സഊദ്, ഈ സഊദിലേക്ക് ചേർത്തിട്ടാണ് എന്ത്? ആൽ സഊദ്. അതായത് പിന്നെ ആൽ സഊദ് ഇവിടുത്തെ രാജകുടുംബം, അവരുടെ തലസ്ഥാനം ശരിക്ക് വാദി ഹനീഫയാണ്. വാദി ഹനീഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ യമാമ ഏകദേശം ഈ ഭാഗങ്ങളിലായിട്ടാണ് വരിക. മനസ്സിലായി? ഈ ഭാഗങ്ങളിലായിട്ടാണ് ഏറെക്കുറെ വരിക. വാദി ഹനീഫ എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ ഈ ആൽ സഊദ് കുടുംബം അവർ പിന്നെ അവരുടെ പ്രപിതാക്കന്മാർ പിന്നെ അവർ ഈ ദിഫാഫ് അല്ലെങ്കിൽ ദിഫത്ത് വാദി ഹനീഫ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവരുടെ പിന്നെ ശക്തി, അവരുടെ കുടുംബം അവിടെ ഉണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? അതിൽ പിന്നെ ഈ സഊദ് ഇബ്നു അബ്ദുള്ള ഇബ്നു മിഗ്രിൻ ഇബ്നു മുഖ്റിൻ ഇബ്നു മിർഖാം എന്ന് പറയും. മുഹമ്മദ് ഇബ്നു സഊദ് ഇബ്നു പിന്നെ അബ്ദുള്ള ഇബ്നു മുഖ്റിൻ ഇബ്നു മിർഖാൻ. മനസ്സിലല്ലേ? ഈ സഊദ് ഇബ്നു അബ്ദുള്ള ഇബ്നു മുഖ്റിൻ ഇബ്നു മിർഖാൻ, മനസ്സിലായി? അദ്ദേഹം ആണ് ഇവിടേക്ക് ഈ വാദി ഹനീഫയിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രമാണ് മുതലാണ് ഇങ്ങനെ പ്രസിദ്ധമാണ്. അത് അവർ താമസിച്ചിരുന്ന അവിടെയായിരുന്നു. പിന്നെ ഇവരുടെ പിതൃപരമ്പര ഇതേപോലെ തന്നെയാണ്. മനസ്സിലായി? ഇവരുടെ പിതൃപരമ്പര ഇങ്ങനെ തുടർന്ന് വന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ പിന്നെ ഇല്യാസിനെ എഴുതി, അല്ലേ? ഇല്യാസ് റസൂലുള്ളാഹിൻ്റെ പിതൃപരമ്പരയിൽ ഇല്യാസിന് ശേഷം ആരെ എഴുതിയ? മുദർ, അല്ലേ? പിന്നെ നിസാർ, അല്ലേ? പിന്നെ മുഅദ്, അദ്നാൻ, അങ്ങനെയല്ലേ എഴുതിയേ? അദ്നാൻ അങ്ങനെയാണ് എഴുതിയത്. ഇതിൽ നിസാറിൻ്റെ ഒരു മകനാണ് മുദർ, മറ്റൊരു മകനാണ് റബിയ. മുദറും റബിയായും ശരിയല്ലേ? ഇവർ ആൽ സഊദിൻ്റെ പിതൃപരമ്പര ചെന്നെത്തുന്നത് ആരിലേക്കാണ്? റബിയയിലേക്കാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കന്മാരിൽ അവരുടെ പിതൃപരമ്പര ചെന്നെത്തുന്ന ആരിലാണ്? നിസാറിലാണ്. ഇങ്ങനെ റബിയയിലൂടെ നിസാർ, മുഅദ്, അദ്നാൻ, ഇങ്ങനെയാണ്. മനസ്സിലായോ? അതും ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട നസബകളാണ്. ഈ മുഹമ്മദ് ഇബ്നു സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹവും
മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അവർ രണ്ടുപേരും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ഈ അറേബ്യൻ ഉപദ്വീപിൽ ശരിക്കും നവജാഗരണത്തിൻ്റെ അല്ലെങ്കിൽ നവോത്ഥാന പ്രവർത്തനത്തിൻ്റെ നാന്തി, ചരിത്ര പ്രസിദ്ധമായ ഒരു പിന്നെ ഇത്തിഫാഖ് അവർ രണ്ടുപേരും പിന്നെ നടത്തും. ആ ഇത്തിഫാഖിലൂടെ എന്ത് ചെയ്യാണ്, അവർ പ്രവർത്തിക്കും. അങ്ങനെയാണ് ഈ ജസീറ എന്ത് ചെയ്യുന്നത്, ഇവരുടെ ആൽ സൗദിൻ്റെ പിടിയിൽ വരുന്നത്. പക്ഷേ ജസീറയുടെ പല ഭാഗങ്ങളുണ്ട്, മുഴുവനായിട്ടല്ല അല്ല. പിന്നെ ഇവർക്ക് അധികാരം കിട്ടിയതിൽ പിന്നെ 2 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, അധികാരം പോയിട്ടുണ്ട്. പിന്നെ ശക്തമായ രീതിയിൽ അധികാരം പിന്നെ കൈവരിക്കുന്നതും അതേപോലെ തന്നെ മംലക്കയെ ക്രോഡീകരിക്കുന്നതും ആരാണ്? ക്രോഡീകരിക്കുന്നത് ഇപ്പോഴത്തെ രാജാക്കന്മാരുടെ പിതാവ് അബ്ദുൽ അസീസാണ്. അബ്ദുൽ അസീസ് ആൽ സൗദ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇവരൊക്കെ ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ദീനീ നിഷ്ഠയുള്ള മഹത്തുക്കളാണ്, മനസ്സിലായോ? വളരെ ദീനീ നിഷ്ഠയുള്ള പിന്നെ ആദർശത്തിൽ കൂറുള്ള വ്യക്തിത്വങ്ങളാണ്. ഇവരുടെയൊക്കെ പ്രത്യേകത അതാണ്. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെയൊക്കെ പിന്നെ ചരിത്രം നമ്മൾ വായിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗങ്ങൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ നസീഹത്തുകൾ, അദ്ദേഹം മക്കളോട് ചെയ്ത നസീഹത്തുകൾ, അദ്ദേഹം അധികാരം മംലക്കയെ ഒരു രാഷ്ട്രമാക്കിയിട്ട് പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹം നടത്തിയതായ പ്രസംഗങ്ങളൊക്കെ വളരെ മനസ്സിലായി സ്വർണ്ണ ലിപികളിൽ എഴുതേണ്ടതായ വരികളാണ്. നമ്മുടെ ആദർശം ദസ്തൂർ എന്ന് പറഞ്ഞെങ്കിൽ അത് ഖുർആനാണ്, ഖുർആനും സുന്നത്തും നമ്മൾ വ്യതിചലിക്കൂല തുടങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞതായ കുറേ സുന്ദരമായ പ്രസംഗങ്ങളും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വരികളും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഈ പിന്നെ അബ്ദുൽ അസീസ് രാജാവിൻ്റെ വാപ്പ അബ്ദുറഹ്മാൻ്റെ വാപ്പ പിന്നീട് ഫൈസൽ ഇബ്നു തുർക്കി ഇബ്നു അബ്ദുള്ള ഇബ്നു മുഹമ്മദ് ഉണ്ടോ. ഈ മുഹമ്മദ് ഇബ്നു സഊദിൽ നിന്ന് അബ്ദുൽ അസീസ് രാജാവിലേക്ക് എന്തുണ്ട്, ഇടയിൽ കുറേ ആളുകളുണ്ട്, മനസ്സിലായില്ലേ? അതാണ് മുഹമ്മദ് ഇബ്നു സഊദിൻ്റെ മകൻ അബ്ദുള്ളയുടെ മകൻ തുർക്കിയുടെ മകൻ ഫൈസലിൻ്റെ മകൻ അബ്ദുറഹ്മാൻ്റെ മകനാണ് ആര്? അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൽ ജമീ. വലിയ നല്ല പിന്നെ ചരിത്രമാണ് അവരുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, ഇസ്ലാമിക ചരിത്രത്തിൽ. അപ്പോൾ സൗദി അറേബ്യയുടെ പിന്നെ ഈ പിതാവ് എന്ന പേരിൽ ഇന്ന് നമ്മൾ വായിക്കുന്ന അബ്ദുൽ അസീസ് ആൽ സൗദ് രാജാവ്, പിന്നെ അദ്ദേഹത്തിൽ നിന്ന് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയോടൊപ്പം പ്രവർത്തിച്ച, മനസ്സിലായില്ലേ, നവജാഗരണത്തിൽ പ്രവർത്തിച്ച ഈ മുഹമ്മദ് ഇബ്നു സൗദ് അതല്ലേ, അതിനിടയിൽ എന്തുണ്ട്, ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ 2 തവണ ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പിന്നെ അന്ന് ആ കാലഘട്ടങ്ങളിൽ ഇവിടെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല ഈ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ആളുകളായിട്ടുള്ള അഷ്റാഫുകളാണ് ഹിജാസിലൊക്കെ മേൽക്കോയ്മ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈജിപ്തിൽ നിന്നുള്ള ആക്രമണങ്ങളും മറ്റൊക്കെ ഈ നജിദിന് നേരെ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ പിന്നെ ഏറ്റുമുട്ടലുകളും അതേപോലെ തന്നെ പ്രതിസന്ധികളും, ആ പ്രതിസന്ധിയിൽ പലപ്പോഴും ഇവർക്ക് പിന്നെ ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കഴിവ്, അബ്ദുൽ അസീസ് രാജാവിൻ്റെ കഴിവ് അത് വളരെ സമർത്ഥമായിരുന്നു. അദ്ദേഹം പിന്നെ കുവൈത്തിലേക്ക് ചെറുപ്പത്തിൽ പോയതും പിന്നെ യൗവനത്തിൻ്റെ നിറവിൽ കുവൈത്തിൽ നിന്ന് ഒരു പടയുമായിട്ട് ഈ പിന്നെ നജിദിൽ വരുന്നതും, അങ്ങനെ പിന്നെ ജസീറയിൽ അദ്ദേഹം പടയോട്ടം നടത്തിയിട്ട് അദ്ദേഹം പിന്നെ ജസീറയെ കീഴ്പ്പെടുത്തുന്നതും, അങ്ങനെ ഇവിടെയുള്ള വിവിധ പ്രവിശ്യകളെ ക്രോഡീകരിച്ചിട്ട് ഒരു മംലക്കത്തുൽ അറബിയത്ത് സൗദിയ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചരിത്രം ഗംഭീരാണ്. ഇവിടെ പിന്നെ ഇന്ന് ചില ആളുകൾ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഇന്ത്യയിലൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ ചില പ്രാസംഗികന്മാർ ശരിക്ക് ഇവരെ ഈ ആൽ സൗദ് കുടുംബത്തെ മോശപ്പെടുത്തിയിട്ട് സംസാരിക്കണത് കാണാൻ സാധിക്കും, മനസ്സിലായോ? മോശപ്പെടുത്തിയിട്ട് സംസാരിക്കണത് കാണാൻ സാധിക്കും. ഇവരെവിടുന്ന് വന്ന് ഇവരുടെ തലസ്ഥാനം എവിടെയാണ്, ഇവർക്ക് ജസീറയിൽ എന്താ അഡ്രസ്സാണുള്ളത്, മനസ്സിലായല്ലേ? അതേപോലെ തന്നെ ഇവരുടെ പിതൃ പരമ്പരയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ചില ഇന്ത്യയിലെ ചില വായാടികൾ, മനസ്സിലായല്ലേ? ഈ പിന്നെ എനിക്ക് തോന്നുന്നത് ലക്നൗവിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ ചില പിന്നെ ആളുകളാണ് തോന്നുന്നത്. ഇവിടുത്തെ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് ഹജ്ജിന് വന്നിട്ട് ആദരിച്ച് വിട്ട ഒരു പ്രാസംഗികൻ അല്ലേ, അവിടുന്ന് പോയിട്ട് അദ്ദേഹം വളരെ മോശമായിട്ട് പിന്നെ ഇപ്പോൾ ഈയിടെ അതായത് ഇപ്പോൾ ഇവിടെ ഈ ഈജിപ്തിലൊക്കെ പ്രശ്നം ഉണ്ടായില്ലേ, ആ പ്രശ്നങ്ങളിൽ സൗദി അറേബ്യൻ്റെ നിലപാടിനെ പല ഇഖ്വാനികൾക്കും വളരെ രോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാലുകളാണ് അവിടെ ജമാഅത്തെ ഇസ്ലാമി, അതേപോലെ തന്നെ ഇങ്ങനത്തെ ആളുകൾ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്കെതിരിൽ പ്രസംഗിച്ചപ്പോൾ ശരിക്കും ഇവരെ മനസ്സിലായില്ലേ
വളരെ മോശപ്പെടുത്തിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അതിൽ ഇവരുടെ പിന്നെ നാട് ഏതാണ്, അവരുടെ പിതൃപരമ്പര എന്താണ് തുടങ്ങിയ രീതിയിൽ ഇവരെ മോശപ്പെടുത്തിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണ്, ഒക്കെ വിഷയം ആദർശമാണ്. ഇവർ തൗഹീദിനെ സംരക്ഷിക്കുന്നു, സുന്നത്തിന് വില കൽപ്പിക്കുന്നു എന്നുള്ളത് കാരണത്താൽ ശത്രുക്കൾ എന്ത് ചെയ്യാണ്, അന്ധമായിട്ടുള്ളതായ അന്തരമായിട്ടുള്ള എതിർപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ തലസ്ഥാനം എവിടെയായിരുന്നു, അത് വാദി ഹനീഫിയായിരുന്നു. പിന്നീട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ദർഅയൊക്കെ ഇവർ സ്ഥാപിച്ചതാണ്. ദർഅയിലേക്ക് മാറ്റി പിന്നെ അത് പിന്നെ വീണ്ടും പിന്നെ റിയാദ് തലസ്ഥാനാക്കി. അതൊക്കെ ചരിത്രത്തിൽ ഉണ്ടായത്. ഏതായാലും ഇവർക്കൊക്കെ ചരിത്രത്തിൽ അഡ്രസ്സ് ഉണ്ട്. പക്ഷേ അന്ധവിശ്വാസത്തിൻ്റെ ആളുകൾ ഉണ്ടല്ലോ, അവർ ഈ മഞ്ഞക്കണ്ണട വെച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യില്ല, അവർക്ക് പലതും കാണൂല. പക്ഷേ നമ്മൾ ഹക്കിൻ്റെ ആളുകൾ ഹക്കിനോടൊപ്പം നിലയുറപ്പിക്കണം. അതുകൊണ്ട് തന്നെ ഹക്കിൻ്റെ വാക്താക്കളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, അറിയാതെ പോകാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഉണർത്തുന്നത്. ഖലാസ്, ഇതാണ് പിന്നെ ഇപ്പോൾ ഞാൻ നജിദുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ്സിൽ പിന്നെ ഏതാനും കാര്യങ്ങൾ ഉണർത്തണം എന്ന് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷ്കാലം ഉണ്ടെങ്കിൽ ചോദിക്കാം. യെസ്, ഷെയ്ത്താൻ്റെ കൊമ്പ് അവിടെയാണ് ഉയരുക എന്ന് പറഞ്ഞ് അതൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൈശാചിക പ്രവർത്തനങ്ങൾ നാമ്പെടുക്കുക എവിടെയാണ്, ആ ഭാഗങ്ങളിൽ നിന്നാണ്, അതായത് കിഴക്കിൻ്റെ ഭാഗങ്ങളിൽ നിന്നാണ്. അത് ചരിത്രത്തിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെ ദർശിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പൈശാചികതയുടെ കൊമ്പുകൾ ഉദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്, ഫിത്നകളുടെ പുറപ്പാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗശേഷം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് കഴിഞ്ഞു, ഉമർ റളിയല്ലാഹു തആലയുടെ രക്തസാക്ഷിത്വം, അതൊരു കവാടായിരുന്നു. അതോടുകൂടി ഫിത്നകൾ തുറക്കപ്പെട്ട്, മനസ്സിലായില്ലേ? ഫിത്നകളെല്ലാം കടന്നു വന്നത് എവിടെ നിന്നാണ്, അതിൻ്റെ തല ആ ഭാഗങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് പിന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു തആലയോട് ഇറാഖിൽ നിന്നൊരു സംഘം ഹാജിമാർ വന്നിട്ട് ചോദിക്കുകയാണ്, ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു ഹാജിക്ക് കൊതുകിനെ കൊല്ലാൻ പറ്റുമെന്ന്. ഇഹ്റാമിൽ പ്രവേശിച്ച ഹാജിക്ക് രക്തം ചിന്താൻ പാടില്ല, ഹറമിൽ രക്തം ചിന്താൻ പാടില്ല. അപ്പോൾ ഇബ്നു ഉമറിനോട് ചോദിക്കുകയാണ്, കൊതുകിനെ കൊല്ലാൻ പറ്റുമെന്ന്. ഒരു പരിഹാസത്തിൻ്റെ ചോദ്യം കൂടിയാണ്, കൊതുകിനെ കൊല്ലാൻ പറ്റും. അപ്പോൾ ഇബ്നു ഉമർ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി ഹുസൈൻ്റെ കൊന്ന് വന്ന ആളുകളങ്ങൾ, ഹുസൈൻ്റെ രക്തത്തിന് പവിത്രത കൽപ്പിക്കാത്ത നിങ്ങൾ ഒരു കൊതുകിൻ്റെ രക്തത്തിൻ്റെ പവിത്രത എന്നോട് ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവരോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സംസാരിച്ചതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല ശക്തമായിട്ട് പറയാറുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത് നജിദ് ഇറാഖാണ്, ആ ഭാഗങ്ങളിൽ നിന്നാണ് ഫിത്ന വരിക. കാരണം എന്താ, ഇബ്നു ഉമറൊക്കെ ജീവിച്ച നാളിൽ തന്നെ അവിടുന്ന് ഖദരിയാക്കൾ, മനസ്സിലായില്ലേ, ഖവാരിജികൾ, മുഅ്തസിലികൾ, ഇവരൊക്കെ എവിടുന്നാണ് വന്നത്, ഒക്കെ ഇറാഖിൻ്റെ ഭാഗത്തു നിന്നാണ്. ഉമർ റളിയല്ലാഹു തആല ഇവിടെ ജീവിച്ചപ്പോൾ സബീഹ് ഇബ്നു ഇസിലിൻ്റെ കഥ അറിയാം. സബീഹ് ഇബ്നു ഇസിൽ ഇസ്ലാമിക നാടുകളിലേക്ക് ഇറാഖിൽ നിന്ന് വന്ന്, എന്നിട്ട് ഈജിപ്തിൽ പോയിട്ട് എന്ത് ചെയ്ത്, ഇങ്ങനെ വസ്വാസ് ഉണ്ടാക്കി ഖുർആൻ ഓതിയിട്ട്, മനസ്സിലായി, ഖുർആനിൽ ഇപ്പോൾ വന്നാഷിതാത്തി നഷ്ത വസ്സാബിഹാത്തി സബ്ഹ, അതേപോലെ വൽ മുർസലാത്തി ഉർഫ ഫൽ ആസിഫാത്തി അസ്ഫ, ഇങ്ങനത്തെ ആയത്തുകളൊക്കെ ഓതിയിട്ട് അതിനെക്കുറിച്ച് ആളുകൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ഉമറിന് വിവരം കൊടുത്ത്, ഇങ്ങനെ സബീഹ് ഇബ്നു ഇസ്ൽ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ആളുകൾക്കിടയിൽ ഖുർആൻ ഓതിയിട്ട് ഇഷ്കാൽ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഉമർ എന്ത് ചെയ്ത്, ഇങ്ങോട്ട് പറഞ്ഞേക്കാൻ പറഞ്ഞു, മദീനത്തേക്ക് ഓനോട് പറഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ സബീഹ് ഇബ്നു ഇസ്ൽ മദീനയിൽ വന്ന് ഉമർ റളിയല്ലാഹു ഈത്തപ്പൻ്റെ ഒരു പട്ടം കൊണ്ടുവരാൻ പറഞ്ഞു, മടക്കനെ, അതുകൊണ്ട് പുറം പൊളിയോളം തച്ച്, മനസ്സിലായില്ലേ, എന്നിട്ട് പോകാൻ പറഞ്ഞു. അത് ഉണങ്ങി കണ്ടപ്പോൾ വീണ്ടും വിളിച്ച്, എന്നിട്ട് പിന്നെയും തച്ച്, അതിനെ വീണ്ടും പുറം പൊളിഞ്ഞ് പോകാൻ പറഞ്ഞ്, വീണ്ടും വിളിച്ച്, മനസ്സിലല്ലേ. അപ്പോഴത്തേക്കും ഇവനെ ഒരു ഭാഗം അയക്കണ്. അപ്പോൾ അയാൾ പറഞ്ഞ്, ഈ സബീഖ് പറഞ്ഞ്, അമീറുൽ മുഅ്മിനീൻ കൊല്ലുകയാണെങ്കിൽ മാനിയായിട്ട് കൊന്നളി, അതല്ല നിങ്ങൾ എന്നെ ശിക്ഷിക്കാനാണ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ പാഠം പഠിച്ചിരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു പിന്നെ ഓൻ്റെ അടുത്തൊരു കത്ത് കൊടുത്ത്, എന്നിട്ട് ഓനോട് ഓൻ്റെ നാട്ടിൽ പോകാൻ പറഞ്ഞു. നാട് ഏതാ, ഇറാഖാണ്. ഇറാഖിൽ അന്ന് അബൂ മൂസ അശ്ശരിയാണ് ഗവർണർ. ഇറാഖിലേക്ക് പോയി. ആ കത്തിലെന്താ ഉള്ളത് അറിയോ, അത് കത്ത് ഇവൻ്റെ അടുത്ത് കൊടുത്തയച്ച് അബൂ മൂസ അശ്ശരിക്കാണ് കൊടുത്തയച്ച്, മനസ്സിലായി. ഓനെ കെട്ടി അയച്ചപ്പോൾ പിന്നെ കത്ത് കൊടുത്തയച്ച് അബൂ മൂസ അശ്ശരിക്ക്. ഇവൻ ഇറാഖിലെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും ഇവനോട് മിണ്ടാനും പാടില്ല, ഇവൻ്റെ കൂടെ ഇരിക്കാനും പാടില്ല, ഒരാളും മിണ്ടാനും പാടില്ല, ഇവനോട് ഇവൻ്റെ കൂടെ ഇരിക്കാനും പാടില്ല. അബൂ മൂസ അശ്ശരി പറയണ ആ കത്ത് കിട്ടിയിട്ട് അതുകൊണ്ട് വായിച്ചതോട് കൂടിയിട്ട് ആളുകളെല്ലാവരും അവൻ്റെ ചുറ്റും പോയി. ഒറ്റക്കൊരു ചങ്ങാതി, ആരും സഹകരിക്കണില്ല, നിസ്സഹകരണം,
മനസ്സിലായി. അവസാനം ആരും സഹകരിക്കുന്ന അദ്ദേഹം നന്നാവും ചെയ്ത്. അബൂ മൂസ അശ്അരി ഷഫായത്ത് ചെയ്തു ഉമറിനോട്, ഇനി ആളുകൾക്ക് ഒരു കത്തുകൂടി എഴുതിയിട്ട് നിങ്ങൾ അയാളോടൊന്ന് മിണ്ടാൻ പറയും. ആളുകളോട് അയാളോടുള്ള ആളുകളുടെ നിസ്സഹകരണം അവസാനിപ്പിക്കാൻ പറയുന്നിട്ട് അബൂ മൂസ റളിയല്ലാഹു തആല ഷഫായത്ത് ചെയ്തിട്ടാണ് പിന്നെ ഉമർ അത് എന്ത് ചെയ്ത് അത് തിരുത്തിയത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഫിത്നകൾ മനസ്സിലായി ആ ഭാഗങ്ങളിൽ നിന്നുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹുസൈൻ റളിയല്ലാഹു തആലയുടെ രക്തസാക്ഷിത്വം, അലി റളിയല്ലാഹുവിൻ്റെ രക്തസാക്ഷിത്വം, അതേപോലെ തന്നെ പിന്നെ ഹസൻ റളിയല്ലാഹു തആലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും, പിന്നെ ചരിത്രത്തിൽ ഈ ഫിത്നകളും സന്ദേഹങ്ങളൊക്കെ കടന്നു വന്നത് എന്താ ആ ഭാഗത്തു നിന്നാണ്. അത് ഹദീസിനെ വിശദീകരിച്ച മുഹദ്ദിസീങ്ങൾ ശരിക്കും വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഓരോ കക്ഷികളുടെയും ചരിത്രം വായിക്കുമ്പോൾ അത് ആ ഭാഗത്തു നിന്നാണ് അതിൻ്റെ തുടക്കം. ഇറാഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഭാഗമാണ്, മനസ്സിലായോ, ഉയർന്നിട്ടുള്ള ആ ഭാഗങ്ങളാണ്. ഇറാനൊക്കെ അതിൻ്റെ ഉദ്ദേശമാണ്. ശരിക്ക് ഇറാഖിൽ അന്നത്തെ ഭരണം എന്താ, ഇവിടെ പിന്നെ ഈ ഷാം ഉണ്ടല്ലോ, ഇന്നത്തെ സൂരിയ, ലബനാൻ, ഫലസ്തീൻ, ജോർഡാൻ, ഇതൊക്കെ ബൈസാൻഡിയാണ്. ബൈസാൻഡിയ എന്ന് പറഞ്ഞാൽ അന്നത്തെ പൗരസ്ത്യ റോമാ സാമ്രാജ്യമാണ് ഭരിക്കുന്നത്, പൗരസ്ത്യ റോമാ സാമ്രാജ്യം. ഇറാഖും ഇറാനും ഒക്കെ അന്ന് ഭരിക്കുന്നത് ആരാ? സാസാനികളാണ്. ആലി സാസാൻ കുടുംബമാണ് സാസാനികൾ. പിന്നെ യസ്ദജർദ് രണ്ടാമൻ, യസ്ദജർദ് മൂന്നാമൻ എന്നൊക്കെ പറയുന്ന ഭരണാധികാരികളും ഭരിച്ചിരുന്നത് അവർ സാസാനികളാണ്, പേർഷ്യക്കാരായിരുന്നു. ഇവിടെ ഇറാഖും ഇറാനൊക്കെ അന്ന് ഭരിച്ചിരുന്നത്, മനസ്സിലായില്ലേ? അവരുടെ ഭരണത്തിൽ അതൊക്കെ ഒന്നായിട്ടായിരുന്നു പരിഗണിക്കപ്പെട്ടിരുന്നത്. അന്ത്യനാളിൻ്റെ അടയാളമായിട്ട് ദജ്ജാൽ വന്നിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ദജ്ജാൽ വന്നിട്ടുണ്ടെങ്കിൽ ദജ്ജാലിൻ്റെ ആദ്യത്തെ അനുയായികൾ ആരാണ്? യഹൂദിയത്ത് അസ്ഫഹാനിൽ നിന്ന് 70,000 ആളുകൾ ദജ്ജാലിനെ അനുഗമിക്കുന്നതാണ്. ഇവിടുന്ന് ആളുകൾ വരിക ചെയ്യുക ദജ്ജാലിനെ അനുഗമിക്കാൻ, മനസ്സിലായോ? ദജ്ജാലിൻ്റെ അനുയായികളായിട്ട് ആ ഭാഗത്തു നിന്ന്, ഇറാഖിൻ്റെയും ഇറാൻ്റെയും ഭാഗത്തു നിന്ന് ആളുകൾ വരുന്നതാണ്. അവരായിരിക്കും ദജ്ജാലിനെ അനുഗമിച്ചിട്ട് അതിന് ദജ്ജാലിനെ മാർക്കറ്റ് ഉണ്ടാക്കുക. ഫിത്തനകൾ ഉണ്ടല്ലോ, ഫിത്തനകളുടെ ഘോഷയാത്ര, അതാണ് പിന്നെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത്. അതിൻ്റെ നാടിനെയുമാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായി? ആ വിശേഷണങ്ങളൊന്നും ഇല്ല ഇവിടെ ഇല്ല. ഇനി പിന്നെ ഇതൊരു വിഷയം, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താ വെച്ചാൽ, ഇപ്പോൾ ദുൽഖുവൈസറിൻ്റെ കാര്യം പറഞ്ഞു. ഹർഖൂസ് ഇബ്നു സാഹിറുൽ അസ്ദി എന്ന് പറയുന്ന ദുൽഖുവൈസിറ, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ ഒരു തെറ്റ് ചെയ്തു, മനസ്സിലായി? അയാളൊരു തെറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ പിന്നെ പിൽക്കാലത്ത് വന്ന ഒരു വ്യക്തിയെ നാമനിർദ്ദേശം ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത് അയാളാണെന്ന് പറഞ്ഞിട്ട് ഇയാളുടെ കുറ്റം അയാളിൽ എങ്ങനെ ചേർത്തുക? അതിന് പ്രൂഫ് വേണ്ടേ? വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഒരാളുടെയും പാപഭാരം മറ്റൊരാൾ വഹിക്കൂല, മനസ്സിലായോ? പിന്നെ ഒരു വ്യക്തി പിന്നെ ഈ തമീമികളിൽ അങ്ങനെ ഉണ്ടായി എന്ന് വെച്ചിട്ട്, തമീമികളിൽ ഒരു വ്യക്തി ഇപ്പോൾ റസൂലുള്ളാഹിനോട് എഴുതിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ് അത് വിചാരിച്ചിട്ട് തമീമികളൊക്കെ മോശമാണെന്ന് പറയാൻ പറ്റുമോ? തമീമികളൊക്കെ മോശമെന്ന് പറയാൻ പറ്റുമോ? തമീമികൾ എന്ന് പറഞ്ഞാൽ ആരാ? അപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ പറഞ്ഞു തമീം ഇബ്നു മുർറ് ബിൻ ഉദ് ഇബ്നു താബിഖ ഇബ്നു ഇലിയാസ്, മനസ്സിലല്ലേ? ഈ തമീം ഇബ്നു മുദ്ദിലേക്ക് ചേർത്തിട്ടാണ് തമീമികൾ. ബനു തമീം എന്ന് പറഞ്ഞാൽ വലിയ ഗോത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ ആദരിച്ചിരുന്നൊരു ഗോത്രമാണ് തമീമികൾ. അപ്പോൾ എല്ലാ തമീമികളും മോശക്കാരെന്ന് വിധിക്കാൻ പറ്റുമോ? പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് 3 കാര്യങ്ങൾ കേട്ടതിൽ പിന്നെ എനിക്ക് തമീമികളോട് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ തമീമികളുടെ സക്കാത്ത് വന്ന്, സദക്ക മുതൽ മദീനയിൽ വന്ന്, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇത് നമ്മുടെ ഖൗമായ ജനതയായ ബനൂ തമീമിൻ്റെ സദക്കയാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള വളരെ ആഹ്ലാദത്തിലാണ് എന്ത് ചെയ്തത്? ആ തമീമികളുടെ സദക്ക സ്വീകരിച്ചത്, മനസ്സിലായേ? അതേപോലെ ആയിഷ റളിയല്ലാഹു തആലാൻ്റെ കീഴിൽ ഒരു ഭൃത്യ ഉണ്ടായിരുന്നു, ഒരു അടിമപ്പെണ്ണ്, മനസ്സിലായില്ലേ? അവർ പിന്നെ ബനീ തമീമിൽപ്പെട്ട അടിമപ്പെണ്ണാണ്, ബനീ തമീമിൽപ്പെട്ടതാണ്. അപ്പോൾ അടിമ നട്ടെങ്കിൽ യുദ്ധം ചെയ്തിട്ട് വരുന്ന ആളുകൾ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആയിഷ ആ അടിമയെ മോചിപ്പിക്ക്, കാരണം അവർ ഇസ്മായിലിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടതാണ്, എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്താ ഇസ്മായിലിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടതെന്നാണ് നമ്മൾ പറഞ്ഞില്ലേ? ഇസ്മായിലിൻ്റെ സന്താന പരമ്പരയിലാണ് ആരുള്ളത്? തമീമുള്ളത്. ആ തമീമിൻ്റെ സന്താന പരമ്പരയിലെ ഒരു മെമ്പറാണ് ആയിഷയുടെ അടുക്കലുണ്ടായിരുന്ന അടിമ പെണ്ണ്. അപ്പോൾ റസൂലുള്ള പറയാണ്, തമീമികളിൽ അഥവാ ഇസ്മായിലിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് അവരെ മോചിപ്പിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതേപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്,
അഷദ്ദു ഉമ്മത്തി അല ദജ്ജാൽ, ദജ്ജാലിനെതിരിൽ എൻ്റെ സമുദായത്തിൽ ഏറ്റവും കർക്കശമായി വർദ്ധിക്കുന്നത് ബനു തമീമായിരിക്കും, തമീമികളായിരിക്കും. അപ്പോൾ നോക്കൂ നിങ്ങൾ, തമീമികൾക്കുള്ള മഹത്താണത്. അപ്പോൾ അങ്ങനെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹത്വം പറഞ്ഞ തമീമികൾ, അവരിൽ ഒരാൾ ഒരു ദുഷിപ്പ് ചെയ്തു എന്നതിൻ്റെ പേരിൽ തമീമികളൊക്കെ മോശക്കാരെന്ന് വിധിക്കുക, അത് പറ്റുമോ? അത് നീതിയാ? ഇപ്പം അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ ബനു ഹാഷിമിലല്ലേ അബൂ ലഹബ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന് പറയുന്ന അബൂ ലഹബ് ആരാ? അബൂ ലഹബ് ബനു ഹാഷിമിൽപ്പെട്ട ആളാണ്. പക്ഷെ അത് അയാളുടെ ദുഷ്ടചെയ്തിയും അയാളുടെ ദുഷ്ടലാക്കുമാണ്, അതിൻ്റെ പാപം അയാൾക്കുള്ളതാണ്. അത് വിചാരിച്ചിട്ട് ബനു ഹാഷിമിനെ മുഴുവൻ എതിർക്കാൻ പറ്റുമോ? യമനിൽ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കി. യമനിന് വേണ്ടി പ്രാർത്ഥിച്ചു, അതേപോലെ ഷാമിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഷാമിൽ മോശക്കാരുണ്ടായിട്ടില്ലേ? ഇപ്പല്ലേ ഷാമിൻ്റെ അവസ്ഥ എന്താ? ഷാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂരിയ ഷാമാണ്. ലബനാൻ, ഫലസ്തീൻ, ജോർഡാൻ, എന്താ അവസ്ഥ? യമനിലല്ലേ ആരുണ്ടായത്? പിന്നെ ഈ അസ്വദുൽ അനസി നുബുവത്ത് വാദിച്ചില്ലേ? അപ്പോൾ പിന്നെ ഇവിടെയും നല്ല മനുഷ്യന്മാരുണ്ടായിട്ടുണ്ട്, വടക്കായ ആളുകളുണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വടക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു വിചാരിച്ചിട്ട് പിന്നെ വടക്കായ ആളൊക്കെ അവരൊക്കെ അനുഗ്രഹീതരാ അല്ല. അതേപോലെ തന്നെയാണ് ഇനിയിപ്പോൾ നജിദ് അങ്ങനെയാണെങ്കിൽ തന്നെയും നജിദിൻ്റെയും വിഷയം. പക്ഷേ റസൂൽ ഉദ്ദേശിച്ച നജിദ് ഏതല്ല? ഈ പറയപ്പെടുന്ന നജിദ് അല്ല. അതാണ് നമ്മളിവിടെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ മനസ്സിലാക്കിയത്. യഹൂദികൾ മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുമുൽ അദു ഫഹദർഹു എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ്? യഹൂദരെ കുറിച്ചാണ്. ഹുമുൽ അദു ഫഹദർഹും ഖാതലഹുമുല്ലാഹു അന്നാ യൂഫകൂൻ ആരെക്കുറിച്ച് പറഞ്ഞു? മുനാഫിഖീങ്ങളെ കുറിച്ച് പറഞ്ഞത്. വഇദാ റഅയ്തഹും തുഅജിബുക അജ്സാമുഹും വഇൻ യഖൂലു തസ്മഅ ലിഖൗലിഹിം കഅന്നഹും ഖുശുബും മുസന്നബ യഹ്സബൂന കുല്ല സൈഹത്തിൻ അലൈഹിം ഹുമുൽ അദു ഫഹദർഹും ഖാതലഹുമുല്ലാഹ്. മനസ്സിലെ? അള്ളാഹു പറഞ്ഞത് അവരാണ് ശത്രുക്കൾ, അവരെ കരുതിക്കോ, അള്ളാഹു അവരെ ശവിക്കട്ടെ എന്നൊക്കെ അവിടെ വിശ്വാസികളെ കുറിച്ചാണ്. മനസ്സിലായില്ലേ? ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായിട്ട് ഇസ്ലാമിനെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ കുറേ കൗമുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ അവതരിപ്പിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകളെ അവർ എന്ത് ചെയ്യാണ്? പുറം ലോകത്തിന് വികൃതമാക്കി ചിത്രീകരിച്ചിട്ട് ഒരു സുന്ദരമായ ആദർശ ദൈവത്തിനെ വിമലീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ മോശപ്പെടുത്തി അവതരിപ്പിക്കാനുള്ളതായ ഹീന ശ്രമം, അതാണ് ഈ പുരോഹിതന്മാർ നടത്തുന്നത്. അത് വേർതിരിച്ച് മനസ്സിലാക്കാനും അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാനാണ് നമ്മൾ ഏതാനും കാര്യങ്ങൾ ഇവിടെ അൽഹംദുലില്ലാ ഇന്നൊരു ക്ലാസ്സായിട്ട് ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ ജസീറത്തുൽ അറബിൽ നജിദിൻ്റെ ഹൃദയം ഏതാ? ഖസീം റിയാദ്. ഇതാണ് ഇത് ഖൽബു നജിദ്, നജിദിൻ്റെ ഹൃദയമാണ്. അതിൻ്റെ അർത്ഥം ഇത് മാത്രമാണ് നജിദ് എന്നല്ല. മനസ്സിലല്ലേ? ഇതിൽ പിന്നെ ഇവിടെ എന്താണ് പ്രസിദ്ധമായ റുബുൽ ഖാലി നജിദിൽ പെട്ടതില്ല, കുറച്ച് ഭാഗേ പെടുകയുള്ളൂ. റുബുൽ ഖാലി എന്ന് പറഞ്ഞാൽ എന്താ? വിശാലമായ മരുഭൂമിയാണ്. സൗദി അറേബ്യയിൽ നീണ്ട വിശാലമായ മരുഭൂമികളുണ്ട്. അതിലൊന്നാണ് ഇത് റുബുൽ ഖാലി. അതാണ് ഏറ്റവും വലുത് റുബുൽ ഖാലി. മനസ്സിലായില്ലേ? പിന്നെ റുബുൽ ഖാലി ഇവിടെ അന്നുഫൂദുൽ കബീർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മരുഭൂമി ഉണ്ട്, വിശാലമായ മരുഭൂമി. ഈ നഫൂദുൽ കബീറിനെയും റുബുൽ ഖാലിയെയും ബന്ധിപ്പിക്കുന്ന ഒരു മരുഭൂമി ഉണ്ട്. മനസ്സിലല്ലേ? അതിന് പറയുന്ന പേര് ദഹ്ന എന്നാണ്. നഫൂദുൽ കബീർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മരുഭൂമി ഉണ്ട്, വിശാലമായ മരുഭൂമി. അത് റുബുൽ ഖാലിനോടൊന്നും ഇല്ല കേട്ടോ, പക്ഷേ എന്നാലും മരുഭൂമി. പിന്നെ ഈ നഫൂദുൽ കബീറിനെ റുബുൽ ഖാലിയായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു മരുഭൂമി ഉണ്ട് ഇങ്ങനെ. അതാണ് ദഹ്ന എന്ന് പറയുന്ന മരുഭൂമി. വിശാലമായ മരുഭൂമിയാണ്. ഇതിലൊക്കെ മണലുകൾക്ക് വ്യത്യാസമുണ്ട്, മണലിൻ്റെ നിറത്തിനും ഗുണത്തിനൊക്കെ വ്യത്യാസമുണ്ട്. നജിദ് എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലം എന്നർത്ഥം, ഉയർന്ന സ്ഥലം. അതാണ് ഈ പിന്നെ ജസീറയിൽ തിഹാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിന് ഹോർ എന്ന് പറയും, നിമ്ന മേഖലയാണ്. നജിദ് എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലമാണ്. അതിനിടയിൽ തിഹാമയെയും നജിദിനെയും വേർതിരിക്കുന്നതാണ് ആര്? ഹിജാസ് എന്ന് പേരിന് വരാൻ കാരണം എന്താണ്? ഈ തിഹാമനും നജിദിനും വേർതിരിക്കുന്നത് കാരണത്താലാണ്. അത് ആ ഭാഗം വേർതിരിക്കുന്നത് കൊണ്ടാണ്. യഹൂദിയത്ത് അസ്ഫഹാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. യഹൂദിയ എന്ന് പറയുന്നൊരു സ്ഥലം പേർഷ്യയിലുണ്ട്, ഇറാനിൽ. ഇന്നത്തെ ഇറാനിലാണ് അത് വരിക, യഹൂദിയ എന്ന് പറയുന്ന സ്ഥലം. ഈ യഹൂദിയക്ക് അവിടെ പേര് വരാൻ കാരണം ശരിക്കും യഹൂദർ എവിടെ ഉണ്ടാകുക? അവരുടെ തലസ്ഥാനം എവിടെയാണ്? ഇസ്രായേലാണ് ഇവിടെ അല്ലേ? തെൽ അവീവും പിന്നെ ഇസ്രായേലൊക്കെ ഇവിടെയാണ്. പക്ഷേ ഈ ഇസ്രായേല്യരുടെ
കൊള്ളരുതായ്മകളും അവരുടെ ചരിത്രത്തിലെ വിഴുപ്പുകളും കാരണത്താൽ അവർക്ക് ശരിക്കും അള്ളാഹുവിങ്കിൽ നിന്ന് കുറേ ചെമ്മട്ടികൾ വന്നിട്ടുണ്ട്, കുറേ ചെമ്മട്ടികൾ. ആ ചെമ്മട്ടികൾ ഫലസ്തീനായി, അതേപോലെ കുറേ ഭരണാധികാരികളായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിയർക്ക് പലവിധ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ചരിത്രത്തിൽ. ബുഖ്തുൻസർ തുടങ്ങിയ രാജാക്കന്മാർ ഇസ്രായേലിയരെ ശരിക്കും ആക്രമിക്കുകയും അവരെ ഇവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, വിശുദ്ധ ഭൂമിയിൽ നിന്ന് അൽ അർദുൽ മുഖദ്ദസത്ത് എന്ന് പറയുന്ന വിശുദ്ധ ഭൂമിയിൽ നിന്ന് അവരെ നാട് കടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബുഖ്തുൻസർ കുറേ ആളുകൾ എവിടേക്ക് നാട് കടത്തി? ഇറാഖിലേക്ക് നാട് കടത്തി. ഇറാഖിൽ പിന്നെ മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങൾക്ക് ഇടയിലുള്ള സ്ഥലം, ബാബിലോണിയ എന്ന് പറയുന്ന പിൽക്കാലത്ത് മെസപ്പൊട്ടോമിയ എന്ന് പറയുന്ന സ്ഥലം, യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും ഇടയിൽ. അവിടേക്ക് ആരെ നാട് കടത്തിയിരുന്നു? ഇസ്രായേലിയരെ നാട് കടത്തിയിരുന്നു. കുറേ ആളുകളെ വീണ്ടും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? ഇപ്പോൾ സൈബീരിയയിലേക്ക് നാട് കടത്താറില്ലേ, അതേപോലെ പേർഷ്യയിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തിട്ട് നാട് കടത്തിയിരുന്നു. അങ്ങനെ ഇസ്രായേലിയരെ നാട് കടത്തിയിട്ട് പാർപ്പിച്ചിരുന്ന സ്ഥലമായതുകൊണ്ടാണ് ആ സ്ഥലത്തിന് എന്ത് പേര്? യഹൂദിയ എന്ന് പേര്. യഹൂദിയ എന്ന് അവർക്ക് പേര്. ദജ്ജാൽ വന്നിട്ടുണ്ടെങ്കിൽ യഹൂദിയ, ആ ഭാഗത്ത് നിന്ന് ദജ്ജാലിനെ അനുഗമിക്കാൻ ആ ആളുകൾ ഉണ്ടാവും എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.